Are you happy? നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? Praise the Lord. Praise the Lord. Praise God. A young man was looking for a job. ഒരു യൗവനക്കാരൻ ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരുന്നു. He had been a drunkard. അദ്ദേഹം ഒരു കുടിയനായ മനുഷ്യനായിരുന്നു. He'd stolen cars. കാറുകൾ മോഷ്ടിച്ചവനാണ്. And you name it. ഹല്ലേലൂയ. He had done it. എല്ലാ തിന്മകളും ചെയ്യുന്ന ഒരു മനുഷ്യൻ. Finally, he finds a job. ഒടുക്കം അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടി. But there's one holdback. One thing that's holding him back. എന്നാൽ ഒരു കാര്യം അദ്ദേഹത്തെ പിന്നോട്ട് പിടിച്ചു. Because he had done all of this, stolen everything, he had to take a lie detector test because the job was going to require him to take money. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ജോലി പ്രവേശിക്കുന്നതിന് മുമ്പ് കള്ളം പറയുന്നവനാണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റിൽ കൂടെ അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നു. So he went to take this exam, and he said to the man who's operating it, അദ്ദേഹം ഈ ടെസ്റ്റിനായിട്ട് പോയി ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളിനോട് അദ്ദേഹം പറഞ്ഞു, he says, if I answer truthfully, I won't get the job. അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ജോലി കിട്ടാൻ But he പോകുന്നില്ല. says, I'm a new creation. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. I'm going to answer this as a new creation. I'm not going to answer it as I was. ആമേൻ, ആമേൻ. എന്നാൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി എന്നുള്ള നിലയിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. Praise the Lord. The operator began them. He said, it'll take a miracle to do that. ഹല്ലേലൂയ. ഓപ്പറേറ്റർ പറഞ്ഞു, ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അത്ഭുതം നടക്കണം. So he began the operation of the nice looking young man. ഹല്ലേലൂയ. So the operator turned the machine on and began the questioning. അങ്ങനെ ഓപ്പറേറ്റർ ഈ ലൈ ഡിറ്റക്ടർ മെഷീൻ ഓൺ ചെയ്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. Amongst other things, he said, have you ever stolen anything? ഒരു ചോദ്യം ഇതായിരുന്നു, നീ എപ്പോഴെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? Young man says, no. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. He said, have you ever done this or that? Have you ever robbed anyone? പല ചോദ്യങ്ങളും, നിങ്ങൾ ആരെങ്കിലും കൊള്ളയടിച്ചിട്ടുണ്ടോ? Young man says, no. അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ചെയ്തിട്ടില്ല. Everything that he said that it should have been guilty, he said, no. അദ്ദേഹം ഏതിലൊക്കെ കുറ്റക്കാരനായിരുന്നു ആ ചോദ്യങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. As he was answering this, the machine needle never moved. ഹല്ലേലൂയ. അദ്ദേഹം ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ മെഷീന്റെ നീഡിൽ ഒന്നും രേഖപ്പെടുത്തിയില്ല. Do we know who we are in Christ? നമുക്കറിയാമോ നമ്മൾ ക്രിസ്തുയേശുവിൽ ആരാണെന്ന് അറിയാമോ? I don't think so. നമുക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. Praise the Lord. Amen. Hallelujah. Let's turn to Genesis, if you will. ദയവായി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കാം. The 3rd chapter. 3-ാം അധ്യായം. Thank you, Father. Thank you. We could go through the garden experience and all of this. However, we're going to jump to one thing. We all know the story of Adam and Eve and in the garden. നമുക്കറിയാം, ഏദൻ തോട്ടത്തെ പറ്റി അറിയാം, ആദാമിന്റെ ഹവ്വയുടെയും കഥ അറിയാം. And we know how the offense was such that the Lord said, this is not possible for us to continue. ഹല്ലേലൂയ. നമുക്കിങ്ങനെ തുടരാൻ പറ്റത്തില്ലെന്ന് കർത്താവ് പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. So we look at the last part. 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം പോകാം. Thank you, Jesus. The 22nd verse of the 3rd chapter. 22-ാമത്തെ വാക്യം. And the Lord said, behold, the man is become as one of us, to know good and evil. And now lest he put forth his hand and take also of the tree of life and eat it and live forever. Therefore the Lord God sent him forth from the Garden of Eden to till the ground from whence he was taken. So he drove out the man. He placed to the east of the garden, Eden, cherubim and a flaming sword, which turned every way to keep the way of the tree of life. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു നിന്ന് എന്നേക്കും ജീവിക്കുവാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്തെ കൃഷി ചെയ്യേണ്ടതിനെ യഹോവയായ ദൈവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ അവൻ ഏദൻ തോട്ടത്തിന്റെ കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. The question is, what was this tree of life? ചോദ്യം ഇതാണ്, എന്തായിരുന്നു ഈ ജീവവൃക്ഷം? If a man partook of this tree of life, he would live forever. ഒരു മനുഷ്യനായിരുന്നു ഈ ജീവവൃക്ഷത്തെ സൂക്ഷിക്കുന്നതെങ്കിൽ അവൻ എന്നും മനുഷ്യൻ ജീവിച്ചിരുന്നേനെ. But it said, because he has sinned, we must remove him
from this Garden of Eden. ദൈവം പറഞ്ഞു ഇവൻ പാപം ചെയ്തുകൊണ്ട് ഇവനെ ഈ തോട്ടത്തിൽ നിന്ന് പുറത്താക്കണം. And he drove him to the garden. അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. And Eve, of course. Oh, by the way, let's just give it this little change here. Adam was charged with cultivating and keeping the security of the garden. ആദമിനെ ദൈവം ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം ആ തോട്ടത്തെ സൂക്ഷിക്കുവാനും അതിൽ വേല ചെയ്യുവാനും. Eve was not. അവനത് ചെയ്തില്ല. Eve ate of the tree and gave to her husband also. അവ്വ ഈ പഴം പറിച്ച് തിന്നുകയും ഭർത്താവിനും കൊടുക്കുകയും ചെയ്തു. The husband had sat there and let the devil speak to Eve, and he had done nothing. ഭർത്താവ് ഒന്നും ചെയ്തില്ല. പിശാച് സംസാരിച്ച സ്ത്രീയോടാണ്. അദ്ദേഹം പ്രത്യേകമായിട്ട് ഒന്നും ഉത്തരവാദിത്വം അല്ല യഥാർത്ഥത്തിൽ. We always hear about Eve eating the apple, but we never placed the proper blame, which was upon the man. ഹല്ലേലൂയ. നമ്മളെപ്പോഴും അവ്വ പഴം തിന്നെന്നാണ് പറയുന്നത്. Ladies, aren't you relieved? ഹല്ലേലൂയ. Ladies, praise the Lord. In the 15th verse of that chapter, he said, അതിന്റെ 58-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. Thank you. I will put enmity between thee and the woman, and between thy seed and her seed. It shall bruise thy heel, and thou shalt bruise. It shall bruise thy head, and thou shalt bruise thy heel. ഹല്ലേലൂയ. ദൈവം പറയുന്നു ഞാൻ നിനക്ക് സ്ത്രീക്കും സ്ത്രീയുടെ സന്തതിക്കും നിനക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അവൻ നിന്റെ തലയെ തകർക്കും, നീ അവന്റെ കുതികാലിനെ തകർക്കും. That's the first prophecy concerning the coming of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത് സംബന്ധിച്ച ആദ്യത്തെ പ്രവചനം അവിടെയാണ്. But if you turn to Galatians chapter 4, എന്നാൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നാം ശ്രദ്ധിച്ചാൽ we find this there അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു. that it says, when the fullness of time was come, ആമേൻ ആമേൻ. കാലസമ്പൂർണ്ണത വന്നപ്പോൾ God sent forth his son, made of a woman, made under the law, to redeem those that were under the law. ആമേൻ. കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ നമ്മളെ വിടുവിക്കുവാനായിട്ട് വന്നു. Now the Lord had said കർത്താവ് ഇങ്ങനെ പറഞ്ഞു that the devil head would be messed up in due time. തക്ക സമയത്ത് ഞാൻ എൻ്റെ പുത്രനെ അയച്ച് പിശാചിന്റെ തലയെ തകർക്കും. But he could only get to the heel of that person who was being prophesied. ഹല്ലേലൂയ. എന്നാൽ നീ അവന്റെ കുതികാലിനെ തകർക്കുമെന്നുള്ള പ്രവചനം ഉണ്ടായിരുന്നു. But when the fullness of time had come to fulfill this prophecy, ഈ പ്രവചനം നിവൃത്തിയാകാനുള്ള സമയം വന്നപ്പോൾ, are you with me? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Here we are, and the fullness of time was come. നമ്മളായിരിക്കുന്നത് സമയം പൂർണ്ണത വന്ന സമയത്താണ്. God was sent forth his son ദൈവം തന്റെ പുത്രനെ അയച്ചു to do a particular thing that no one else could do. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു പ്രത്യേക കാര്യം നിവർത്തിക്കുവാൻ ദൈവം തന്റെ പുത്രനെ തക്ക സമയത്ത് അയച്ചു. So we find in John 1, അതുകൊണ്ടാണ് യോഹന്നാൻ 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്. the 12th verse. John 1:1 says, and the word became flesh and dwelt among us. താങ്ക് യു. നമ്മളൊന്ന് വായിക്കുന്നു. അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. And we beheld his glory. ഹല്ലേലൂയ. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. Now it goes down to the 12th verse. അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ It says, to as many as received him, ആമേൻ he gave the power to become the Son of God, ആമേൻ. അവിടെ നമ്മൾ even to വായിക്കുന്നു, those that believe on his name. ആമേൻ. അവനെ കൈക്കൊള്ളുവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. I want us to notice that word, believe on. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. The word on, when it's translated, means to or into, indicating a point reached, time, place, or purpose. ഹല്ലേലൂയ. ടു അത് അവിടെ ഒരു സമയവും ഉദ്ദേശവും എല്ലാം ബന്ധപ്പെടുന്ന ഒരു വാക്കാണത്. So what's happening is, if we believe on the name, we are believing into the name. We become a part of the body of Christ. ആമേൻ. നമ്മൾ യേശുവിൽ വിശ്വസിച്ചാൽ, യേശുവിന്മേൽ വിശ്വസിച്ചാൽ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി നമ്മൾ തീരുകയാണ്. Can we understand this? ആമേൻ. നമുക്ക് The മനസ്സിലാകുന്നുണ്ടോ? depth of it. ഹല്ലേലൂയ. This new creation ആമേൻ. നമ്മളാകുന്ന പുതിയ സൃഷ്ടി that we'll read about in 2 Corinthians 5:17. 2 Corinthians 5:17 നമ്മളിങ്ങനെ വായിക്കുന്നു. Therefore, if any man be in Christ, ആമേൻ. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. he is a new what? അവൻ എന്താകുന്നു? What is a new creation? എന്താണ് പുതിയ സൃഷ്ടി?
It's something that never existed before. ആമേൻ. മുമ്പുണ്ടായിരുന്ന It സൃഷ്ടിയില്ല, never existed before. ഇതുവരെയും ഇല്ലാത്ത ഒരു പുതിയ സൃഷ്ടി. But this was the one that had eternal life. ഈ പുതിയ സൃഷ്ടിക്കാണ് നിത്യജീവനുള്ളത്. He brought eternal life into the world ഹല്ലേലൂയ. യേശു കർത്താവ് ഭൂമിയിലേക്ക് നിത്യജീവൻ കൊണ്ടുവന്നു. that had not been here since they were locked out of the garden. ആമേൻ. ആദാം ഹവ്വയും ഗാർഡനിൽ ഏദൻ തോട്ടത്തിൽ പുറത്തായത് മുതൽ ഈ ലോകത്തിൽ നിത്യജീവൻ ഇല്ലായിരുന്നു. He says, therefore, if any man be in Christ, how does he get there? ആമേൻ. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തി ക്രിസ്തു യേശുവിൽ ആണെങ്കിൽ ആ നിത്യജീവൻ വീണ്ടും തിരികെ പ്രാപിക്കുകയാണ്. He believes into and becomes a part of the name. Hallelujah. If any man is in Christ, he is a new creation. ആമേൻ. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാണ്. New creation never existed before. ആമേൻ. ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ സൃഷ്ടി. Look at that person next to you and say, you're a new creation. അടുത്ത ആളിനെ നോക്കി പറയുക, നീ ഒരു പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തു യേശുവിൽ, in Christ you are a new creation. In Christ you are a new creation. In Christ you are a new creation. If you have believed, ആമേൻ. if you have believed, you have received. ആമേൻ. You have become a part of something that never existed before. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തെങ്കിൽ ഇതുവരെയും നിങ്ങൾ ഭാഗമായിരുന്നില്ലാത്ത ഒന്നിന്റെ ഭാഗമായി നിങ്ങൾ തീരുകയാണ്. ഹല്ലേലൂയ. It says that the old things are passed away. പ്രൈസ് ദി ലോർഡ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി എന്ന് പറയുന്നു. If you look at the translation of the word on, ആമേൻ. ഓൺ എന്നുള്ള വാക്ക്, മേൽ എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചാൽ it means back to the beginning. ആമേൻ. അതിന്റെ അർത്ഥം ആദി മുതൽ. In the eyes of God, the Garden of Eden was erased. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഈ ഏദൻ തോട്ടം അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞിരുന്നു. Do you see what we're saying here? അല്ലെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? It's a totally new creation. ആമേൻ. Let's just digress for a moment. ഹല്ലേലൂയ. ഏറ്റവും പുതിയ, ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ സൃഷ്ടി. That new creation was something that God had planned before the creation of the world. ആമേൻ. എന്നാൽ നമ്മൾ ആയിരിക്കുന്ന ഈ പുതിയ സൃഷ്ടി എന്ന വ്യക്തിയുണ്ടല്ലോ, ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുന്നമേ ദൈവം പദ്ധതി ഇട്ടിരുന്ന ഒരു സൃഷ്ടിയാണ്. From the beginning of time, സമയം ആരംഭിക്കുന്നതിന് മുമ്പ് God has decided, ദൈവം തീരുമാനിച്ചു, I will have a perfect family എനിക്കൊരു പരിപൂർണ്ണ കുടുംബം ഉണ്ടാകും, in perfect unity ഒരു പരിപൂർണ്ണ for a ഐക്യമുള്ള, perfect eternity. ഒരു പരിപൂർണ്ണ നിത്യതയിൽ. If you know that you are born again, you are now a part of eternal life. ആമേൻ. നിങ്ങൾ വീണ്ടും You're ജനിച്ചതാണ്, living in it. നിങ്ങൾ Can വിശ്വസിക്കുന്നെങ്കിൽ somebody say amen? നിങ്ങൾ നിത്യജീവന്റെ ഭാഗമാണ്. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. This means that these people gather together, you people gather together. As we are here, we're looking at something that's called an eternal creature. ആമേൻ. ആമേൻ. ദൈവത്തിന്റെ വിശുദ്ധന്മാർ ഒന്നിച്ച് കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ലോകത്തിൽ മാത്രമുള്ളവരല്ല, നമ്മൾ നിത്യജീവനുള്ള, നിത്യമായി വാടാൻ പോകുന്ന ഒരു കൂട്ടം ആളുകളാണ്. ആ കാഴ്ചപ്പാടോടെ നമ്മൾ ഒന്നിച്ചു കൂടണം. Thank God you begin to smile. ആമേൻ. നിങ്ങളുടെ മുഖത്ത് ചിരി കാണുന്നതിനായിട്ട് നന്ദി പറയുക ദൈവത്തിന്. But he said not only that we are new creation, പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് and എൻ്റെ all അർത്ഥം. things passed away, കഴിഞ്ഞതെല്ലാം, പഴയതെല്ലാം കഴിഞ്ഞു പോയി, but all things have become new. എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു. And that includes us. ആമേൻ. ഹല്ലേലൂയ. ദൈവം That നമ്മുടെ means a relationship to the earth. ആമേൻ. ദൈവം ലോകവുമായുള്ള ബന്ധത്തിൽ It means that whatever we see, അതിന്റെ we അർത്ഥം, recognize God in it where it was a creation. ആമേൻ. ആമേൻ. ഈ പുതിയ സൃഷ്ടി ആകുമ്പോൾ നമ്മൾ എന്ത് കണ്ടാലും ആ സൃഷ്ടിയിൽ നമ്മൾ ദൈവത്തെ കാണും. Now then, the next step is He has made us ambassadors for Christ. അടുത്ത ചുവടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അംബാസഡർമാരായി ദൈവം നമ്മളെ ക്രിസ്തു യേശുവിൽ സ്ഥാപിച്ചിരിക്കുന്നു. What is an ambassador? എന്താണ് അംബാസഡർ എന്ന് പറഞ്ഞാൽ? He's someone that represents another place, another country. ആമേൻ. മറ്റൊരു രാജ്യത്തെ അല്ലെങ്കിൽ മറ്റൊരു അധികാരത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് അംബാസഡർ. The Bible tells me that I am a citizen of heaven. Yes or no? ആമേൻ. ദൈവവചനം പറയുന്നു, ഞാൻ സ്വർഗീയ പൗരനാണ്. We are citizens of heaven. നമ്മൾ സ്വർഗ്ഗത്തിലെ പൗരന്മാരാണ്. That means that we must have a heavenly language. അതിന്റെ അർത്ഥം നമ്മൾ സ്വർഗ്ഗത്തിലെ പൗരന്മാരാണ്. സ്വർഗീയ ഭാഷ നമുക്ക് ആവശ്യമാണ്. As one preacher said, my wife and I were once Italians. Of Italy. ഓക്കെ. ഒരു പ്രസംഗൻ ഇങ്ങനെ പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും പണ്ട് ഞങ്ങൾ ഇറ്റലിക്കാരായിരുന്നു. He says, but now we're Christian. ഇപ്പൊ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. It's about time we began to realize this. ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയുന്ന സമയമാണ്. As we look at the signs of the time, നമ്മുടെ കാലങ്ങളെ വിവേചിക്കുമ്പോൾ,
as we hear of all the things that are happening, ഈ ലോകത്ത് സംഭവിക്കുന്നതൊക്കെയും കാണുമ്പോൾ in Luke 10:19, ആമേൻ, ലൂക്കോസ് 10:19 ഇങ്ങനെ പറയുന്നു, it says of you and I, behold, I give you authority over all the power of the enemy. ആമേൻ. കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ചവിട്ടുവാൻ. And nothing shall hurt you. നിങ്ങൾക്കൊന്നും ദോഷം വരുത്തത്തില്ല. That means to say that there's nothing out here. There is no adversary that's greater than we are. ആമേൻ. അതിന്റെ അർത്ഥം ഇതാ, നമ്മളെക്കാൾ ശക്തനായിട്ടുള്ള ഒരു പ്രതിയോഗി നമുക്കില്ല, നമ്മളെക്കാൾ ബലവാനായിട്ടുള്ള ഒരു ശത്രു നമുക്കില്ല. The question is, what are we doing with it? ഹല്ലേലൂയ. എന്ന ചോദ്യം, നമ്മൾ ഈ അധികാരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? We are coming near the end of time. നമ്മൾ സമയത്തിന്റെ അന്ത്യത്തിൽ വന്നുകൊണ്ടിരിക്കുക. As we said, the earth is convulsing. ഹല്ലേലൂയ. നമ്മൾ പറയുന്നു ഭൂമി ഏറ്റുപറയുകയാണ്. Volcanoes are erupting. ഹല്ലേലൂയ. അതെ, അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നു, The tsunamis are rising. സുനാമികൾ ഉണ്ടാകുന്നു. The ends of the time, the earth is getting old. ഹല്ലേലൂയ. ഈ ഭൂമി പഴയതായിക്കൊണ്ടിരിക്കുക. There's going to be a time that he's going to create a new heaven and a new earth. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ വായിക്കുന്നു, ദൈവം പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കും. When I'm outside ഞാൻ of പുറത്തായിരിക്കുമ്പോൾ, here, ഇവിടുന്ന് പുറത്തായിരിക്കുമ്പോൾ, will people know that I am a citizen of heaven? ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുമ്പോഴുള്ള കാര്യമല്ല, പുറത്തായിരിക്കുമ്പോൾ നമുക്കറിയാമോ നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണെന്ന്. If I have all authority, എന്റെ മേൽ എല്ലാ അധികാരവും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, James says faith that is unused is dead. ആമേൻ. യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, വിശ്വാസമില്ലാത്ത പ്രവൃത്തി നിർജീവമാകും. How many believers are walking with dead faith? ഹല്ലേലൂയ. പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവമാണ്. It doesn't matter how long we pray, എത്ര നേരം നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളതല്ല, how loudly we sing, എത്ര നേരം പാടുന്നുള്ളതല്ല. but if I'm a citizen of heaven, എന്നാൽ ഞാൻ സ്വർഗീയ പൗരനാണെങ്കിൽ, if we're citizens of heaven, നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ്, we're joint heirs with Christ. നമ്മൾ ക്രിസ്തുവിന്റെ ഉള്ളവരാണ്. Has the lamp gone out in our lives? ഹല്ലേലൂയ. ഇത് Has the lamp gone out in our lives? നമ്മുടെ ജീവിതത്തിൽ ഈ പ്രകാശം പ്രകാശിക്കുന്നുണ്ടോ? Jesus said, ask of me. God said, ask of me and I'll give you the earth for an ആമേൻ. inheritance. ആമേൻ. Nations. കർത്താവ് പറഞ്ഞു, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി തരും. And our neighbors are not even born again. ഹല്ലേലൂയ. Don't laugh. ആമേൻ. This ചിരിക്കരുത്. is a tragedy. ഇതാണ് ദുഃഖകരമായ കാര്യം. We are not using what's been given to us. നമുക്ക് ദൈവം തന്നതിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. We are strangers to earth if we're citizens of heaven. ആമേൻ. നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണെങ്കിൽ ഭൂമിയിൽ നമ്മൾ അപരിചിതരായിട്ടുള്ള ഒരു വർഗ്ഗമാണ്. If we're truly born again, യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, we don't die, we graduate. ഹല്ലേലൂയ, നമ്മൾ മരിക്കത്തില്ല, നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യുകയുള്ളൂ. How real is this in our lives? ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇത് പ്രായോഗികമാണ്? I'm very serious. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഇത് പറയുന്നത്. You know, my father built houses just on a handshake. He never lost a nickel. He constructed houses. ഹല്ലേലൂയ. എൻ്റെ പിതാവ് ഒരിക്കലും മൂവ് ചെയ്യാത്ത, ഷേക്ക് ചെയ്യാൻ പറ്റാത്ത വീടുകൾ ഉണ്ടാക്കി. When he got the handshake, he bought lumber and beginning to build. What does that say to us? അതിൻ്റെ അർത്ഥം എന്താണ്? The handshake is a covenant. ഹല്ലേലൂയ. നമ്മൾ ഒരാളുമായി കൈ കൊടുക്കുമ്പോൾ അതൊരു ഉടമ്പടിയാണ്. To shake hands with someone, that's a covenant agreement. ആമേൻ. ഒരു വ്യക്തിയുമായി നമ്മൾ കൈ കൊടുക്കുമ്പോൾ അവിടെ ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെടുക. And to do something wrong, we'll say, that's against that handshake, we have broken covenant. എന്നാൽ ആ കൈ കൊടുത്തതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഉടമ്പടി ലംഘിക്കുക. Oh, it was just a little lie. ഹല്ലേലൂയ. ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കാം. God hates liars. ഹല്ലേലൂയ. Liars do not inhabit. ഹല്ലേലൂയ. നമ്മൾ ചെറിയ കാര്യത്തിൽ പോലും വീഴ്ച വന്നാൽ നമ്മൾ കള്ളം പറയുന്നവരാണ്, പോഷ്ക് പറയുന്നവർ ദൈവരാജ്യ അവകാശമാകത്തില്ല. Again, how real is this new creation? ഈ പുതിയ സൃഷ്ടി എന്നുള്ള കാര്യം എത്ര യാഥാർത്ഥ്യമാണ്. There's a deadly disease. വളരെ മരണകരമായ ഒരു രോഗമുണ്ട്. Persons dying and foaming at the mouth. ഹല്ലേലൂയ. വായിൽ നുരയും പതയും ഉണ്ടായി മരിക്കുന്ന രോഗം. There's a man that blows who he is and he's a believer. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ഒരു വിശ്വാസിയായിരുന്നു. He puts his finger in the froth from the lips of this person. ആ വ്യക്തിയുടെ നുരയും പതയും ഈ മനുഷ്യൻ കൈകൊണ്ട് തൊട്ടു. They put it on a microscope. There's nothing alive in it. ഹല്ലേലൂയ. It's dead. ഹല്ലേലൂയ. What is our faith, people?
ആമേൻ. Who are we really? ആമേൻ. ഹല്ലേലൂയ. Are we so petty that we can't even see who we are in Christ? ആമേൻ. പ്രിയപ്പെട്ട Are we so do we know who we are? We are the temple of the Holy Spirit. ആമേൻ. ആമേൻ. What are we putting in that temple? By our actions, Praise the Lord. by our speech, our conversations, our word of honor. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ മന്ദിരത്തിൽ എന്താണ് നമ്മൾ നിറയ്ക്കുന്നത്? നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? Revival must begin in the church. ഉണർവുണ്ടാകേണ്ടത് സഭയ്ക്കുള്ളിലാണ് ആദ്യമായിട്ട്. There's a prophecy about one here in town, beginning here and going to the earth, all over the earth. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ ഇവിടെ ഒരു ഉണർവുണ്ടായിട്ട് അത് ലോകത്തിന്റെ അന്ത്യം വരെ പോകുന്ന ദൈവത്തിന്റെ ഒരു പ്രവചനമുണ്ട്. But what answer shall we give to the questioner? എന്നാൽ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് എന്ത് ഉത്തരമാണ് കൊടുക്കുന്നത്? What testimony do I have? നമ്മുടെ സാക്ഷ്യം എന്താണ്? How many people have I led to the Lord? നമ്മൾ എത്ര പേരെ ക്രിസ്തുവിലേക്ക് നടത്തി? The Bible says, he that wins his souls is wise. ഹല്ലേലൂയ. അതെ, ജ്ഞാനിയായവൻ ആത്മാക്കളെ നേടുന്നു, ഹൃദയങ്ങളെ നേടുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. I cannot begin to tell you ഹല്ലേലൂയ. how much I grieve for the body of Christ. ഞാൻ ദൈവസഭയെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖമുണ്ട്. God says, ദൈവം the പറയുന്നു, fear of the Lord is the beginning of wisdom. യഹോവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. Are we afraid of God? നമ്മൾ ദൈവത്തെ ഭയക്കുകയാണോ? As a child is afraid of his father. ഒരു കുഞ്ഞ് തന്റെ അപ്പനെ ഭയപ്പെടുന്നത് പോലെ Are we taking for granted? Are we making them a butler saying, do this, do that, and the other? ഹല്ലേലൂയ. ഇങ്ങനെ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളോട് ഇടപെടുന്നത് പോലെ. സ്തോത്രം. താങ്ക് യു കർത്താവേ. മോനെ അനുഗ്രഹിക്കണം. There was a young man. ഒരു യൗവനക്കാരനുണ്ടായിരുന്നു. That was put into a place as a pastor. ഒരു പാസ്റ്ററുടെ സ്ഥാനത്ത് അദ്ദേഹത്തെ ആക്കി. He became angry and wrote the pastor and said, you're a false prophet. ഹല്ലേലൂയ. അദ്ദേഹത്തിന് കോപമുണ്ടായി. പാസ്റ്റർമാർ പറഞ്ഞു, നീ കള്ളപ്രവാചനാണെന്ന് പറഞ്ഞു. You'll be dead within a year. ഒരു വർഷത്തിനുള്ളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. The young man was died preparing a sermon. ഹല്ലേലൂയ. ഒരു പ്രസംഗം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഈ യങ്മാൻ മരിച്ചു. The man he wrote the letter to is still alive. അദ്ദേഹത്തിന് എഴുത്തെഴുതിയ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. Are you hearing what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? Lord says, touch not my anointing and do my prophets no harm. ഹല്ലേലൂയ. ദൈവം പറയുന്നു, എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്, അവർക്കൊരു ദോഷവും ചെയ്യരുത്. What we are seeing here, what the Lord has laid on my mind നമ്മളവിടെ പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവമിട്ട ചിന്ത ഇതാണ്. and on my heart എൻ്റെ ഹൃദയത്തിലിട്ട ചിന്ത ഇതാണ്. is how much the culture is in the church. സ്വർഗത്തിലെ സംസ്കാരം സഭയിൽ എത്രത്തോളം ഉണ്ട്. And I'm not talking about Indian American or anything like that. I'm talking about the culture of the world in the church. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ലോകത്തിന്റെ സംസ്കാരം സഭയെ എത്രത്തോളം സ്വാധീനിക്കുന്നു. It's one thing for a ship to be on the ocean. It's another thing for the ocean to be on the ship. ഹല്ലേലൂയ. കപ്പലിന് ഹല്ലേലൂയ സ്തോത്രം വെള്ളത്തിൽ കിടക്കാം, എന്നാൽ വെള്ളം കപ്പലിനകത്ത് കയറത്തില്ല. സ്തോത്രം. താങ്ക് Do യു. you hear what we're saying? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? Folks, it's time to be real. Let's quit playing church. We are the church. ആമേൻ. നമുക്ക് ചർച്ചിന്റെ സഭ കളിക്കുന്ന നമുക്ക് മതിയാക്കാം. നമ്മളാണ് സഭ. If they look at me, what kind of church do they see? എന്നെ നോക്കുമ്പോൾ ഞാൻ ഏത് തരത്തിലുള്ള സഭയാണ്? What kind of church do they see when they see you? നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ, നമ്മളെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള സഭയാണ് നമ്മൾ? In other words, we are representative of the kingdom of heaven with all the authority of the kingdom of heaven. And say, according to your faith, so be it. And I've given you authority over everything. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ അധികാരികളാണെങ്കിൽ, മക്കളാണെങ്കിൽ, ദൈവത്തിൻ്റെ അധികാരത്തെ പ്രതികരിക്കുന്നതാണെങ്കിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് സകല അധികാരങ്ങളും നമുക്ക് ലഭ്യമാണ്. സ്തോത്രം. Religion is man trying to get to God. ആമേൻ. മതം എന്ന് പറയുന്നത് ദൈവത്തെ മനുഷ്യർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ്. Christianity is God coming to man. ആമേൻ. ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്നത്. Are you there? മനസ്സിലാവുന്നുണ്ടോ? Do I hear an amen? ആമേൻ പറയാം. How many of us, don't raise your hand, കൈ പൊക്കണ്ട. but how many of us this week will speak to somebody, some lost soul, and bring them into the kingdom? ആമേൻ. How many? ഹല്ലേലൂയ. ഈ ആഴ്ചയിൽ എത്ര പേരോട് നിങ്ങൾ യേശുവിനെ പറ്റി, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞു? Between you and God, നിങ്ങളും ദൈവവും തമ്മിൽ
How many of us this week will say, I will bring one person into the kingdom? ആമേൻ. How do I bring them in? By leading them. ഹല്ലേലൂയ. Amen. ഒരാളെങ്കിലും ഞാൻ ഈ ഒരാഴ്ച കർത്താവിലേക്ക് കൊണ്ടുവരുമെന്ന് പറയാൻ കഴിയും എത്ര പേരുണ്ട്? Don't get quiet on me. ഞാൻ പറയുമ്പോൾ മിണ്ടാതിരിക്കരുതേ. I'm deadly serious. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായി പറയുകയാണ്. Well, here a while back, a couple of years ago, the man next door to me committed suicide. എൻ്റെ അയൽവാസിയായ മനുഷ്യൻ 1-2 വർഷങ്ങൾക്ക് മുമ്പ് സൂയിസൈഡ് ചെയ്തു. His son became a drug addict. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയി തീർന്നു. How much of it was my fault? ഞാൻ ചിന്തിക്കുന്നു അത് എൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുറവാണ്. It's one thing to speak to him. അവനോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. It's another thing to be one in front of him. ഹല്ലേലൂയ. അവൻ്റെ മുമ്പിൽ എനിക്കാകേണ്ടതുപോലെ ആ കഴിഞ്ഞില്ല. Am I that light for a soul that's lost in darkness? ഈ ഇരുട്ട് നഷ്ടപ്പെട്ട ജീവിതത്തിലെ വെളിച്ചത്തിലേക്ക് നയിക്കേണ്ട ലൈറ്റ് വെളിച്ചം ഞാനായിരുന്നില്ലേ? Listen, put your hand here. കാരണം Am I that person? നമ്മുടെ കരം നമുക്ക് നേരെ നീട്ടാൻ നമുക്ക് പറയാം, A child of light നമ്മൾ വെളിച്ചത്തിന്റെ മക്കൾ, that's shedding light toward that person in darkness. ഇരുട്ടിലിരിക്കുന്നവരോട് വെളിച്ചം കാണിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ. Years ago, the only bowl we had in the United States was a Hollywood bowl. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഹോളിവുഡ് ബോ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. And we had the bowl there, stage, and there's all these people here. ഒരു സ്റ്റേജ് ഉണ്ടാക്കി അതിൽ ആളുകളെല്ലാം ഉണ്ട്. They turned out the lights. അവിടുത്തെ ലൈറ്റ് ഓഫായി. Someone down front lit a candle. മുന്നിൽ നിന്ന് ഒരാൾ ഒരു മെഴുകുതിരി കത്തിച്ചു. Everybody looked at the candle. എല്ലാവരും ആ മെഴുകുതിരിയെ നോക്കി. When they looked at the light, we are. ഹല്ലേലൂയ. നമ്മളാണ് വെളിച്ചം. Are they seeing a light നമ്മളിൽ അവർ വെളിച്ചം കാണുന്നുണ്ടോ? that's bright, ആ വെളിച്ചം പ്രകാശിക്കുന്നുണ്ടോ? burning brightly, അത് നല്ലപോലെ കത്തുന്നുണ്ടോ? representing an overcoming believer ഹല്ലേലൂയ. ഒരു പ്രയാസത്തെ അതിജീവിക്കുവാൻ തക്കവണ്ണം അത് സഹായിക്കുന്നുണ്ടോ മറ്റൊരാൾ? who took the word of God seriously, said, if you speak to the mountain and have the faith as a grain of mustard seed, and you'll speak to the mountain, be thou removed, and it'll be taken up. ആമേൻ. ദൈവവചനത്തിൽ നമ്മൾ കാര്യമായിട്ട് എടുത്താൽ, നിങ്ങളുടെ ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് പോയി കടൽ വീഴാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നു. They'll lay hands on the sick and they will recover. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് എഴുതിയിരിക്കുന്നു. Are you with me? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? I came here this morning ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നു, not knowing I was going to speak. എനിക്ക് പ്രസംഗിക്കണമെന്ന് അറിയാതെയാണ് വന്നത്. But folks, I'm telling you, ഞാൻ നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ, it's time to get serious with our Savior. ആമേൻ. നമ്മുടെ യേശുവിനെ പറ്റി നമുക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വ ബോധം വേണം. The first Adam was earthy. ഒന്നാമത്തെ ആദം ലോകത്തിൽ നിന്നുള്ളവൻ. The last Adam was the Lord from heaven, എന്നാൽ രണ്ടാമത്തെ ആദം സ്വർഗ്ഗത്തിൽ നിന്നുള്ളവൻ, who died to the flesh, ഹല്ലേലൂയ. ജഡത്തിൽ നമുക്കായിട്ട് മരിച്ചു, but was quickened in the spirit. ആത്മാവിൽ ജീവിക്കപ്പെട്ടു. And it said on the resurrection morning, ഹല്ലേലൂയ. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രഭാതത്തിൽ he came forth from the grave. യേശു കർത്താവ് ആ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. And that evening he was appeared to the disciples who were hidden in a room because of the fear of the ആമേൻ, Jews. ആമേൻ. അന്ന് രാത്രികാലം യഹൂദന്മാരെ പേടിച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ യേശു വന്നു. And he said to them, amongst other things, receive the Holy Spirit. യേശു അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. He breathed on them. യേശു കർത്താവ് അവരുടെ മേൽ ഊതി. The word owns the same thing as is in John 1:12. He breathed into the apostles, ഹല്ലേലൂയ. അപ്പോസ്തലന്മാരിലേക്ക് ഊതി, saying, receive the Holy Spirit. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. The power of the Trinity, Father, Son, Holy Ghost. ഹല്ലേലൂയ. ത്രിത്വത്തിന്റെ ശക്തി. Suddenly the disciples were out of that room. ഹല്ലേലൂയ. ചില ശിഷ്യന്മാർ ആ സമയത്ത് റൂമിൽ ഇല്ലായിരുന്നു. And you know something? They weren't afraid anymore. അവർക്ക് പിന്നീട് ഭയമുണ്ടായില്ല. Thank you, Jesus. 10 days later, 10 ദിവസത്തിന് ശേഷം, on the day of Pentecost, പെന്തക്കോസ്ത് ദിവസത്തിൽ these people that had received the Holy Spirit but not empowered by it, പരിശുദ്ധാത്മാവ് കിട്ടി എന്നാൽ അതിന് ശക്തി ലഭിച്ചിട്ടില്ലാത്തവർ
Suddenly Peter spoke up, and 4,000 people came to the Lord ആമേൻ. പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ 3000 പേര് ദൈവസഭയോട് ചേർന്നു. because he had received the power. എന്തുകൊണ്ടെന്നാൽ അവർ ആത്മാവിന്റെ ശക്തി പ്രാപിച്ചു. And Jesus said, he breathed on into them and said, receive the Holy Spirit. And at that moment, Yes. the new creation ആമേൻ. ആമേൻ. ഹല്ലേലൂയ. that never existed before, ആമേൻ. ആമേൻ. of people empowered by the Trinity, ഹല്ലേലൂയ. the Spirit of God, ആമേൻ. the Holy Spirit. Is anything too hard for God? Yes or no? ആമേൻ. യേശു കർത്താവിന്റെ മേൽ ഊതിയ നിമിഷത്തിൽ തന്നെ If we have the Holy Spirit in us, and we do, നമ്മളിൽ if we're born പരിശുദ്ധാത്മാവ് again, then what is too hard for us? നമുക്ക് ഒന്നും അസാധ്യമല്ല. The culture of the world, originating from the God of this world, whom Satan was put on his feet at Calvary, has entered the church, and our minds are full of what I can get for this life. If I'm sending up material to build a house in heaven, is it going to be a mansion? Is it going to be a shack? ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പ്രഭുവിൽ കൂടി മനുഷ്യരിലേക്ക് വ്യാപരിച്ച എല്ലാ അധികാരങ്ങളെയും കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ തോൽപ്പിച്ചു. ഈ ലോകത്തിൽ നമ്മൾ ഭൗതികമായിട്ട് സമ്പാദിക്കുന്നുണ്ടെന്ന് നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകത്തില്ല. It's what I'm doing now, ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ preparing me for heaven, സ്വർഗത്തിനായിട്ട് എന്നെ ഒരുക്കുകയാണ്. or is it preparing me for payday? For payday. പ്രോപ്പർട്ടി You know, സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിക്കുകയാണ്, കരുതുകയാണ്. all right, I'm listening. ഞാൻ ശ്രദ്ധിക്കുകയാണ്. What am I doing ഞാൻ എന്താണ് ചെയ്യുന്നത്? for the eternal payday? ആമേൻ. സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലം ലഭിക്കുന്ന ദിവസത്തിനായി ഞാൻ എങ്ങനെ ഒരുങ്ങുന്നു? Since I'm the church, ഞാൻ സഭയായിരിക്കെ what kind of church is there? ഏത് തരത്തിലുള്ള ചർച്ചാണത്? Okay. ഹല്ലേലൂയ. Can we agree that we've been doing a poor job? നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? Come on. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നില്ലെന്ന് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? How many of us can say we led someone to learn? ഹല്ലേലൂയ. എത്ര പേര് അത് സമ്മതിക്കുന്നു? How many of us have laid hands on the sick and seen them recover? എത്ര പേര് രോഗികളുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് സൗഖ്യം ഉണ്ടായിട്ടുണ്ട്? In John 14:12, യോഹന്നാൻ 14:12 Jesus says, verily, verily, I say unto you, യേശു കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, he that believeth on me, എന്നിൽ വിശ്വസിക്കുന്നവൻ the works that I do shall he do also, ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി ചെയ്യും, and greater. അതിനേക്കാൾ വലുതും ചെയ്യും. Does he lie? അത് അസത്യമാണോ? താങ്ക് യു ജീസസ്. Sounds like I'm pretty negative, doesn't it? ഹല്ലേലൂയ. നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ലേ? It's because I'm concerned for the body of Christ. കാരണം ദൈവസഭയെ പറ്റി എനിക്ക് വളരെ കൺസേൺ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. And I see sin coming back ഹല്ലേലൂയ. fiercely. ഹല്ലേലൂയ. Marriage of the same kind. Children dying of dope addiction. ഹല്ലേലൂയ. Folks, that boy that was killed on the street, was his mother and father around? Was the father there? Did the father try to take charge of the person's life? Did the mother agree with him? Remember, Adam didn't take care of his wife. And look what happened. ഹല്ലേലൂയ. Sorry. തെരുവിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ആദം ഹവ്വയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. How many prophets, how many apostles, how many evangelists, pastors have been killed in an abortion mill? ഹല്ലേലൂയ. എത്രയോ ഇവാഞ്ചലിസ്റ്റുമാർ, എത്രയോ അപ്പോസ്തലന്മാർ, എത്രയോ പ്രവാചകന്മാരെ കുരുതി കഴിച്ചിരിക്കുന്നു. In Israel, ഇസ്രായേലിൽ there's an area that was supposed to be taken by one of the tribes, and they came back into Israel. ഹല്ലേലൂയ. ഇസ്രായേലിലേക്ക് വന്ന ഒരു ഗോത്രത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന അവർക്കായിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. The person that was the tribe that was responsible for that did not do it. അതിനെ ആർക്കായിട്ട് കൊടുത്തോ അവരത് ഏറ്റെടുത്തില്ല. These were people who were very lusting. They had temple prostitutes. They worshipped the lust of the flesh. In Israel today, the homosexuals, the abortions, and what have you, is in that land is just outlandish.
ഹല്ലേലൂയ. അവർക്ക് ആരാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, അവരുടെ വസ്തുവിനെ മേൽ അധികാരം സ്ഥാപിച്ചില്ലയോ അങ്ങനെയുള്ള സ്ഥലം പാഴ്നിലമായി അത് വളരെ ദുർനടപ്പും ഹോമോസെക്ഷാലിറ്റിയും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമായി തീർന്നിരിക്കുക. Why? Because one person, one group failed to do what they were supposed to do. എന്തുകൊണ്ടെന്നാൽ ഒരു ഗോത്രം അവരുടെ അവകാശം ഏറ്റെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. As our brother said earlier, this is our Jerusalem. ഹല്ലേലൂയ. ബ്രദർ പറഞ്ഞതുപോലെ നമ്മുടെ ജെറുസലേം ഇവിടെയാണ്. Now then, as we go forth, നാം മുന്നോട്ട് പോകുമ്പോൾ we do not go forth in our own power. നമ്മുടെ സ്വന്തം ശക്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. We go forth with the very power of God within us. നമ്മളിലുള്ള ദൈവശക്തിയുമായി നമുക്ക് മുന്നോട്ട് പോകാം. Remember, we can speak to a mountain. ചിന്തിക്കുക, മനസ്സിലാക്കുക, നമുക്ക് മലയോട് കൽപ്പിക്കാൻ അധികാരമുണ്ട്. And God doesn't lie. ദൈവം പോഷ്ക്ക് പറയുകയില്ല. He said, ask of me. ദൈവം നമ്മളോട് പറയുകയാണ്, എന്നോട് ചോദിക്കാം, I'll give you the heathen for an inheritance. ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി തരാം. Let's begin to ask. നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങാം. And let's begin to ask in faith, believing ആമേൻ. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചോദിക്കാം. that whatever He has promised me ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, is mine. ആ വാഗ്ദത്തം എന്റേതാണ്. And like a muscle, when He gives me faith, ഹല്ലേലൂയ, അവൻ എനിക്ക് ചോദിക്കുന്നത് തരും. it has to be exercised. ഹല്ലേലൂയ, എൻ്റെ വിശ്വാസം എനിക്ക് ഉപയോഗിക്കണം. 12th chapter of Romans, He's given to each the measure of faith. ആമേൻ. റോമൻസ് 12 പറയുന്നു, ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടിട്ടുണ്ട്. This week we will be using that, right? ഈ ആഴ്ചയിൽ നമുക്ക് ആ അളവ് ഉപയോഗിക്കാം. And He says, I have not seen, ear have not heard Praise the Lord. what God has prepared for those that love Him. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യർക്കും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. The word love there means as a father loves us, we to return the love to Him. ഹല്ലേലൂയ. And in that returning, it sort of spreads. ആമേൻ, ആമേൻ. ആ സ്നേഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള സ്നേഹമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Amen. Praise the Lord. Well, praise God. ആമേൻ. Praise the Lord. Let's give Him a hand. ഹല്ലേലൂയ. നമുക്കൊരു ക്ലാപ്പ് ഓഫറിംഗ് കർത്താവിന് കൊടുക്കാം. He's worthy of our worship. ആമേൻ. He's worthy of our praise. ഓ, നമ്മുടെ സ്തുതിക്കും ആരാധനയ്ക്കും എല്ലാം അവൻ യോഗ്യനാണ്. He's not only one that can make us smile. ആമേൻ. നമ്മളെപ്പോൾ സന്തോഷത്തോടെ ആയിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. We'll not only smile from ear to ear, ഹല്ലേലൂയ. ചെവി തൊട്ട് ചെവി വരെ അല്ല ചിരിക്കുക. but we'll smile from year to year. ആമേൻ. ഹല്ലേലൂയ. വളരെ വിശാലമായി നമ്മൾ സന്തോഷമുള്ളവരാകണം. Father God, may it be so. Thank you, Father. In Jesus' name. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കേട്ട വചനത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. Praise the Lord. ആമേൻ. Look at the person next to him. അടുത്തുള്ള വ്യക്തിയെ നോക്കുക. Tell him you love him. പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവരോട് മുഖത്ത് നോക്കി പറയുക. I love you. I love you, മോനെ. And remember, God hates liars. Praise the Lord. Amen. Amen. You might want to pray for your pastor. He's on our way back. Yeah. ഹല്ലേലൂയ. നമ്മുടെ പാസ്റ്ററിനായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. Thank you, Lord. Hallelujah. Amen. Thank എത്ര പേര് വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. How many people were blessed with the word of God? ആമേൻ. ദൈവം നമ്മളോട് സംസാരിച്ചു. എത്ര പേര് വിശ്വസിക്കുന്നു it was a word for me? How many people believe that it was a word for me? ദൈവദാസൻ നമ്മളിലുള്ള അധികാരത്തെ പറ്റിയൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. Man of God reminded us of the authority that God has placed in us. നമ്മൾ എന്താണ്, Who we are, എന്നാൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, how we should be, നമ്മൾ എങ്ങനെ ആകുന്നുവോ, how are we now. അങ്ങനെ ആകുന്നില്ലെങ്കിൽ ആകണം. If we are not so, let us choose to be. അതിനായിട്ട് കർത്താവിനോട് ചോദിക്കണം. And for that, let's ask God. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, It is not by our own power, ദൈവത്തിന്റെ ശക്തി കൊണ്ട് നമുക്ക് പലതും സാധിക്കും. but with the power of God, we can do many things. അതാണ് കർത്താവിന്റെ ദാസൻ നമ്മളെ ഓർമ്മിപ്പിച്ചത്. That is what the man of God reminded അതിനായിട്ട് us. നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. And for that, let's praise God. അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. Let's Hallelujah. praise and thank God for the word that He has ആരെങ്കിലും given to ഒരാൾ us. ഒരു കാര്യം കൂടെ കർത്താവിന്റെ ദാസൻ പറയും. How many men in here are born again? എത്ര പേര് ഇവിടെ വീണ്ടും ജനിച്ചവരായിട്ടുണ്ട്? You are a man and woman of God then. നിങ്ങൾ ദൈവത്തിന്റെ മകനോ മകളോ ആണ്. Say it. I'm a man of God. I am a woman of God. പറയണം, നിങ്ങളോട് പറയണം, ഞാനൊരു ദൈവമകനാണ്, ദൈവമകളാണ്. Don't just label a preacher, because we're everyone ambassadors and we are preachers. ആമേൻ, ആമേൻ, We're all ministers. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവ ശുശ്രൂഷ തന്നിട്ടുണ്ട്. Look at that person that can say you're a child of God. ആമേൻ, You have the authority of God, ആമേൻ, and you're going to conduct yourself like you are. ആമേൻ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുമ്പോൾ ദൈവത്തിന്റെ അധികാരം നിങ്ങളുടെ മേലുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കണം. I'm sorry to interrupt like this, but No this problem. man of God
കാരണം ഈ ദൈവദാസൻ, The Bible tells us that teachers have the most severe judgment. അല്ലെങ്കിൽ ദൈവവചനം പറയുന്ന ഉപദേഷ്ടാക്കന്മാർക്ക് അധിക ന്യായവിധിയുണ്ട്. Sorry, but some tradition I don't like. ചില പാരമ്പര്യങ്ങൾ എനിക്ക് It's ഇഷ്ടമല്ല. demoting you അത് നിങ്ങളെ താഴ്ത്തുന്നതാണ്, and lifting up the person up here. ഒരു വ്യക്തിയെ ഇവിടെ ഉയർത്തുന്നത്. It's the same. This just as a person has a calling for a mass, whereas we ought to have an individual calling. Praise the Lord. Come on. നമുക്ക് എല്ലാവർക്കും അതേ വലിയ ദൈവ വിളിയുണ്ട് എന്നാണ് കർത്താവ് ദാസ് ഓർമ്മിപ്പിച്ചത്. സ്തോത്രം. Sorry, but I'm just that old-fashioned. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ലഭിച്ച വചനത്തെ ഓർത്തുകൊണ്ട് ആരെങ്കിലും ഒരാൾ ദയവായിട്ട് പ്രാർത്ഥിച്ചാൽ. Anybody in the congregation, please pray upholding the word. What the Lord has spoke to us. Let us thank God and receive that word and pray to the Lord. Someone please pray. അതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ്, വീണ്ടും ജനിപ്പാൻ ഹാലലുയ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കിയതിനായി സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം. ഹാലലുയ സ്തോത്രം. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവെ. അത് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രായോഗിക തലങ്ങളിലേക്ക് എത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഹാലലുയ ദാസനെ ഓർപ്പിച്ചതുപോലെ കർത്താവെ, ആ അധികാരം ഞങ്ങളുടെ ജീവിതത്തിലെ പ്രായോഗിക തലങ്ങളിലേക്ക് വരുവാൻ ഈ നാളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിനുവേണ്ടി ഉണരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുവാൻ ഹാലലുയ സ്തോത്രം, ഈ രക്ഷയുടെ അനുഭവം മറ്റുള്ളവരോട് പറയുവാൻ കർത്താവെ ഈ നാളുകൾ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി വ്യക്തികളായി ഹാലലുയ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ശരീരമാകുന്ന ഞങ്ങളുടെ സഭ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, കർത്താവ് ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് ഞങ്ങളെ ഉയരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള മനസ്സൊരുക്കം ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോട് പോരാടുന്നില്ല അന്ധകാര ശക്തികളെയും സമയത്ത് ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ഹാലലുയ. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സന്നിധി ഞങ്ങളെ വീണ്ടും ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് തരുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവനർപ്പിച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കേട്ടു തരണം പിതാവേ. ആമേൻ. Let's meditate on the word of God for a few more moments. And അതിനായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. for that, let's read a word of God. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. Colossians chapter 1 verse 20. ആമേൻ. ഹല്ലേലൂയ. കൊലോസ്യർ 1:20. താങ്ക് യു കർത്താവേ, നല്ല ദൈവമേ, സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, There we read like this. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കാനും പിതാവിന് പ്രസാദം തോന്നി. And through him to reconcile to himself all things, whether things of the earth or things in heaven, by making peace through his blood shed on the cross. ആമേൻ. നമ്മൾ യേശുവിന്റെ രക്തത്തെ പറ്റിയാണ് ഇവിടെ കാണുന്നത്. There we see about the blood of Jesus Christ. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. There we see that there is power in the blood of Jesus യേശുവിന്റെ Christ. രക്തത്തിന് നിരപ്പിക്കാൻ ശക്തിയുണ്ട്. There is the power of reconciliation in the blood of Jesus Christ. അതിനായിട്ട് യേശു രക്തം ചിന്തി. And for that Jesus shed his blood. അതെ, ക്രൂശിലാണ് രക്തം ചിന്തിയത്. He shed his blood on the cross. ആ രക്തം ചിന്തിയതിന് ഫലമുണ്ടായി. And there was a fruit for that shedding of blood. ആ രക്തം ചിന്തിയതിന്റെ ഫലമായി സ്വർഗ്ഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ സകലതും ദൈവവുമായി നിരക്കുവാനിടയായി. And as a result of that blood, everything that is on earth has been reconciled to whatever is in heaven. നമുക്കറിയാം, പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ അനേക കോടാനുകോടി ഗോളങ്ങളുള്ള ഒരു എന്താണ് അതിനെ പറ്റി പറയുന്നത്? പ്രപഞ്ചത്തിൽ അനേക കോടാനുകോടി ഗോളങ്ങളുണ്ട്. We know that the universe has billions of stars and galaxies. എന്നാൽ അതിനകത്ത് ഒരു ചെറിയ ഗ്രഹമാണ് ഭൂമി. And earth is a very small planet in that ഈ universe. ഭൂമിയും സ്വർഗവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഇംബാലൻസ് ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഒരു നിരപ്പില്ലായ്മ ഉണ്ടായി. There was an imbalance that came between earth and heaven. അപ്പോൾ ഭൂമിയുമായിട്ട് ഒരു ഇംബാലൻസ് വന്നപ്പോൾ അത് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഒരു ഇംബാലൻസ് ആയി തീർന്നു. And because of that small imbalance, it caused a bigger imbalance in the universe. നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിൽ അനേക അവയവങ്ങളുണ്ട്. We know that in our body there are many organs. ഒരു വിരലിന്റെ അറ്റത്തൊരു ചെറിയൊരു പരിക്ക് വന്നാൽ ആരുടെയും സോണിയ സിസ്റ്ററിന്റെ കൈ ഇന്നലെ വണ്ടിക്കകത്ത് ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി. ഒരു വിരലിൻ്റെ അറ്റമാണ് തൊട്ടത്. വിരലിൻ്റെ അറ്റ ഗ്ലാസ് ഇട്ടപ്പോൾ അറിയാതെ അവിടെ ഒന്ന് ഞെറുങ്ങി, എന്താ പറയുന്നത്? ഓക്കെ, Sonia's sister's hand was slightly injured yesterday. നമുക്കെല്ലാം പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു വിരലിൻ്റെ ഒരു അറ്റത്തൊരു ചെറിയൊരു വേദന ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞത്.
What I'm saying is a small pain at the edge of one finger. പക്ഷേ സോണിയാസിസിനെ പൂർവാദ്യം തൻ്റെ ശരീരം ഉള്ളം വരെ ഈ ഒരു വേദന പിടിച്ച് കുലുക്കി. But the entire body was shaken because of the small pain in the edge of one finger. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരു പ്രശ്നം ഉണ്ടായാലും In the same manner, if there's a problem in earth, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു മുറിവായെങ്കിൽ പോലും, even if it's a small wound in some part of the body, അത് നമ്മുടെ ശരീരത്തെ മുഴുവൻ ഹർട്ട് ചെയ്യുകയാണ്. it still hurts the entire body. അപ്പോൾ ഭൂമിയിൽ ഒരു പ്രശ്നം ഉണ്ടായി കോടാനുകോടി ഗോളങ്ങളുള്ള ഈ വലിയ പ്രപഞ്ചത്തിൽ ചെറിയൊരു കാര്യമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. This earth is a very, very small thing compared to the universe, and in this earth, if there's a problem, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് മാത്രമല്ല ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വലിയ ഒരു അസ്വസ്ഥതയാണ്. and when that problem happens in such a small place as the earth, it causes some problems in the entire universe. ആ ഭൂമി എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ ക്രൂശിൽ യേശു രക്തം ചൊരിഞ്ഞ നിമിത്തമായിട്ട് ഈ അസ്വസ്ഥതകളെല്ലാം പരിഹരിച്ചെന്നാണ് നമ്മൾ വായിച്ചത്. What we have read is that because of the blood on the cross, he has reconciled all these differences. ഹല്ലേലൂയ. അപ്പം അത് ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൽ പരിഹരിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഭൂമിയിൽ ദൈവം ആക്കിയിരിക്കുന്നത് ആരെയാ? നമ്മളെയാ. Who has God placed in the earth? He has placed us in the earth. ഭൂമിയിൽ ഭരിക്കുവാനും ജീവിക്കുവാനും മറ്റ് സൃഷ്ടികളല്ല, ഈ ഭൂമി മനുഷ്യനാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. God has given the earth to man. 115-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്ക് നമ്മളിങ്ങനെ വായിക്കുന്നു. Psalms 115, the last verse reads like this. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. There we read like this. ആരിലേക്ക് കിട്ടുന്നവർ പെട്ടെന്ന് വായിക്കും. 115-ന്റെ അവസാനത്തെ വാക്യം. Psalms 115, the last verse. കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. God has given the earth to man, even though the heaven belongs to God. അപ്പോൾ ഭൂമിയിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. ആമേൻ. So if there's a problem in the earth, it's not the earth's problem, it's our problem. നമ്മുടെ കർത്താവിന്റെ ദാസൻ നമ്മളെ ഓർമ്മിപ്പിച്ചു. The man of God reminded us. ആദ്യം യേശു വരുമെന്നൊരു പ്രോഫസി ജനസിസ് 3:15 ദൈവം തന്നു. In Genesis chapter 3:13, God gave a promise about himself coming. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം അതിനെപ്പറ്റിയുള്ള ഒരു പ്രോമിസാണ് കർത്താവിന്റെ ദാസനെ ഓർമ്മിപ്പിച്ചത്. അതേ വചനമാണിത്. It is the same words which the man of God reminded. ഹല്ലേലൂയ. അന്ന് തന്ന വാഗ്ദത്തം കാലസമ്പൂർണ്ണത വന്നപ്പോൾ തന്റെ പുത്രനെ കൂടി ദൈവം നിവർത്തിച്ചു. That promise which he gave in the book of Genesis, he fulfilled it in the fullness of time when God sent his son. ദൈവം നമുക്ക് നമ്മൾ ഈ ദൈവവചനം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. When you think about the word of God, you should know this. ഇത് രക്തത്തിന്റെ കഥ പറയുന്ന ഒരു പുസ്തകമാണ്. It is a book that says about the story of the blood of the cross. ചിലർക്ക് രക്തത്തിന്റെ കാര്യം പറയുന്നത് ഇഷ്ടമേ അല്ല. Some people do not like to say about the blood on the cross. എന്നാൽ എനിക്ക് യേശുവിന്റെ രക്തത്തെ പറ്റി പറയുന്നത് വളരെ ഇഷ്ടമാണ്. But I like to say about the blood of Jesus. ഈ ലോകത്തിൽ അനേകർക്ക് രക്തത്തെ പറ്റി പറയുന്നത് ഇഷ്ടമല്ല. Many people do not like to say about the blood. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം തൊട്ട് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വരെ നമുക്ക് രക്തത്തെ പറ്റി കാണാം. രക്തം 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 വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. From Genesis chapter 3 all the way till the book of Revelation chapter 19, you see about the blood. ഈ ദൈവവചനത്തിൽ In this word of God, ദൈവം ഇത് നമ്മുടെ രക്ഷയെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു വചനമാണ്. God has written this book for our salvation. ഇതിനകത്ത് ഇതെന്തോ പുസ്തകമാണെന്നറിയാമോ? Do you know what this book is about? നമ്മുടെ ഭാവി എഴുതിയിരിക്കുന്ന കാര്യമാണ്. It talks about our future. നമ്മുടെ ഭൂതകാലത്തെ പറ്റി എഴുതിയിരിക്കുന്ന കാര്യമാണ്. It talks about our past. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി എഴുതിയിരിക്കുന്ന കാര്യമാണ്. It talks about our present condition. ഇതെല്ലാം രക്തത്തിന്റെ വിലയായിട്ടാണ് ഇതെല്ലാം നടക്കാൻ പോകുന്നത്. All these things are going to happen because of the price paid by the blood. രക്തം ചൊരിയാതെ ഒന്നും ഒരിക്കലും ഒരിടത്തും നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് അനേകർക്ക് രക്തത്തെ പറ്റി പറയുമ്പോൾ അവർക്കത് കേൾക്കാൻ ഇഷ്ടമില്ലായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ മക്കളാകുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി വീണ്ടെടുത്ത ദൈവമക്കൾക്ക് അത് വളരെ ഇഷ്ടമാണ്. ഈ രക്തത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഈ രക്തമാണ് ഞങ്ങൾക്ക് ജീവൻ തന്നത്, ഈ രക്തമാണ് ഞങ്ങളെ വീണ്ടെടുത്തത്, ഈ രക്തമാണ് ഞങ്ങൾക്ക് സൗഖ്യം തന്നതെന്ന് ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയും. You can declare boldly that it is I who I am stands because of the blood of Jesus. പിശാചിനാണ് ഈ രക്തത്തെ പറ്റി ഇഷ്ടമില്ലാതെ. It is the devil who does not like this blood. പിശാച് ബാധിച്ചവർക്കും ഇത് ഇഷ്ടമല്ല. Even those people who are possessed by demons, they do not like the blood of Jesus. ഹല്ലേലൂയ. രക്തം വേണം എന്ന് ഓടി നടക്കുന്ന ഒത്തിരി പേര് ഈ ലോകത്തിലുണ്ട്. There are many people who say we need blood. മലിന രക്തത്തിനായിട്ട് ഓടി നടക്കുന്നവർ. They go after impure blood. എന്നാൽ അവരോട് പറയാം, ഞാൻ നിനക്ക് ഇച്ചിരി രക്തം തരാം, യേശുവിന്റെ രക്തം തരാമെന്ന് പറഞ്ഞാൽ അവർ അവിടുന്ന് കട്ടയും പടവും മടക്കി ഓടും. But if you tell those people that I will give you the blood of Jesus, they will run away from you. കാരണം ഈ രക്തത്തിന് ശക്തിയുണ്ട്. Because this blood has power. നമ്മളായിരിക്കുന്ന ഈ രക്തത്താലാണ്. We are by this blood of നമുക്ക് Jesus. ജീവൻ നൽകിയത് ഈ രക്തമാണ്. It is this blood that has given us life. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ if we study the word of പഴയ God, നിയമത്തിൽ നമ്മൾ
ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, In the book of Leviticus chapter 17, we read മാംസത്തിന്റെ like ജീവൻ this. രക്തത്തിലാണ്. The life of the flesh is in the blood. ആമേൻ. അപ്പോൾ രക്തം എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം? അത് ജീവനെ കാണിക്കുന്നു. What does it mean to say blood, blood? It means there is life. ഞാൻ യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ When I say the blood of Jesus, യേശുവിന്റെ പരിശുദ്ധമായ ജീവൻ എന്നാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. what I am ആമേൻ. inclining there is that the holy life of Jesus is in that blood. പരിശുദ്ധമായ യേശുവിന്റെ രക്തം ഞാൻ ഉപയോഗിക്കുകയാണെന്നാണ് നമ്മൾ യേശുവിന്റെ നാമം യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം. When we see the blood, when we say the blood of Jesus, it means that we are saying that we are using the holy blood of Jesus. അങ്ങനെ ഒരു വേറൊരു പരിശുദ്ധൻ ഈ ലോകത്തിലില്ല. There is no one more holy than Jesus. അങ്ങനെ അതുകൊണ്ട് ആ യേശുവിന്റെ ജീവനെ പറ്റി നമ്മൾ പറയുമ്പോൾ അന്ധകാര ശക്തികൾ മുട്ടുമടക്കും. That is why when we say about the life of Jesus, many forces of darkness bow their knees. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ When you study the word of ദൈവം God, നമ്മളെ സൃഷ്ടിച്ചത് God created us. ശരീരവും ആത്മാവും ദേഹിയുമായിട്ടാണ്. He created us spirit, soul and body. 103-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ ഒരു വാക്യമുണ്ട്. In Psalms 103, there's a verse അവൻ like നിന്റെ this. അകൃത്യമൊക്കെ മോചിക്കുന്നു. He forgives all your അവൻ transgressions നിന്റെ സകല രോഗത്തെയും and He സൗഖ്യമാക്കുന്നു. heals all your diseases. അതായത് നിന്റെ ശരീരത്തിന്റെ രോഗമാണെങ്കിലും Even if it's a disease of your body, നിന്റെ ദേഹിയുടെ രോഗമാണെങ്കിലും if it's a disease of your നിന്റെ soul, ആത്മാവിന്റെ രോഗമാണെങ്കിലും and if it's a disease of your spirit, യേശു കർത്താവ് നിന്നെ സൗഖ്യമാക്കും. Jesus will heal you. ഇന്ന് യേശു കർത്താവ് നിന്നെ സൗഖ്യമാക്കും. Today, Jesus will heal Today Jesus is going to heal you. you. Amen. Today, Jesus is going to heal you. Even if you have sick in your body, soul and spirit, the power of the blood is transmitting in this place. The power of the blood of Jesus which is transmitting in this place will make you whole. ഇന്ന് ഇവിടെ ഒഴുകുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും നിങ്ങളെ സൗഖ്യമാക്കും. The blood of Jesus Christ will heal you in your spirit, soul, and body. ചുമ്മാ അത് പറയുന്നതല്ല, We're not just saying it. കാരണമുണ്ട്. There's a reason അത് behind it. തെളിയിക്കാൻ പോവുകയാ ഞാൻ. I'm going to prove it. കർത്താവായ യേശു ക്രിസ്തു Jesus Christ, നമുക്ക് വേണ്ടി മരിച്ചു. He died for us. യേശു മരിക്കുന്നതിന് 24 മണിക്കൂറിനിടയിൽ In 24 hours before Jesus was 3 died, സ്ഥലങ്ങളിൽ in 3 places, യേശു തന്റെ രക്തം അർപ്പിച്ചു. He shed His blood in 3 different places. ആ 3 സ്ഥലങ്ങളിൽ വെച്ച് യേശു രക്തം അർപ്പിച്ചത് In those 3 places, He shed His blood. അത് പ്രതിരൂപാത്മകമായിട്ടാണ്. എന്ന് വെച്ചാൽ വൈകാരിയസ്ലി, എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി, യേശുവിന് വേണ്ടി യേശു ഒരിക്കലും രക്തം ചിന്തേണ്ട ആവശ്യമില്ല. യേശു മരിച്ചത് എനിക്ക് വേണ്ടിയല്ല, ഞാനാണ് യേശുവിനെ കൊന്നത് എന്ന് പൽക്കാലം തിരിച്ചറിവിൽ നമ്മൾ മടങ്ങി വരണം. Wherever He shed His blood, He shed that blood in our place. He did not have to shed His blood for Himself. 3 സ്ഥലങ്ങളിൽ യേശു രക്തം അർപ്പിച്ചു. In 3 places, He shed His blood. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം In Mark chapter 14, അതിന്റെ 34-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ in verse 34, ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. we see about a place. ഹല്ലേലൂയ. നമുക്കറിയാം ഗത്സമന എന്ന് പറയുന്ന സ്ഥലമാണ്. We know that it's Gethsemane. ഹല്ലേലൂയ. 14:34. കർത്താവേ, അവിടെ നമ്മൾ അങ്ങനെയുണ്ട് വായിക്കുന്നത്. ഗത്സമന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് In a place called Gethsemane, ഹല്ലേലൂയ. അതെ, യേശു കർത്താവ് നമുക്ക് വേണ്ടി ഗത്സമന എന്ന് പറയുന്ന തോട്ടത്തിൽ വെച്ച് രക്തം അർപ്പിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. what I'm saying is Jesus shed His blood for us in the Garden of Gethsemane. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിനെപ്പറ്റി ഇങ്ങനെ, ലൂക്കോസിന്റെ 22-ാം അധ്യായത്തിലാണ് In Luke chapter 22, it says like this. യേശു കർത്താവിന്റെ രക്തം അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന രക്തത്തുള്ളി പോലെ യേശുവിന്റെ വിയർപ്പൽ കൂടെ രക്തം ലോകത്തിലേക്ക് വീഴുവാനിടയായി. And there it says in Luke chapter 22 that the sweat of Jesus became blood and it fell on the floor. 3 സ്ഥലങ്ങളിൽ യേശു കർത്താവ് നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ദേഹിക്കും വേണ്ടി രക്തം അർപ്പിച്ചു. അതുകൊണ്ട് ആ 3 സ്ഥലങ്ങളിലും ഇന്ന് ദൈവിക രോഗശാന്തി നമുക്ക് അവൈലബിൾ ആണ്. അതിന് നമ്മൾ യോഗ്യരാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. Jesus shed His blood in 3 different places for our spirit, soul and body, and because of that we have full healing in those 3 areas. ആമേൻ. ഒന്നാമത് കർത്താവ് യേശു ക്രിസ്തു ഗത്സമന എന്ന തോട്ടത്തിൽ വന്നു. First, He came to the Garden of Gethsemane. ഗത്സമനിൽ വന്നിട്ട് യേശു 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. He came there with 3 of His disciples. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണം. He said to the disciples, you stay here and pray. എന്നിട്ട് യേശു ഒരു കല്ലേറ് ദൂരത്തോളം മുന്നോട്ട് നീങ്ങിപ്പോയി.
And Jesus went away from them almost a stone throw distance away. അവിടെ യേശു മുട്ടുകുത്തി, There he knelt യേശു പ്രാർത്ഥിച്ചു, and he prayed there. വളരെ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചു. He was praying with a great burden. താൻ വളരെ മാനസിക വ്യഥയിൽ നാം പ്രാർത്ഥിച്ചു. He was grieved in his spirit when he was praying. നമ്മൾ യെശയ്യാ 53 വായിക്കുന്ന അവൻ വ്യസന പാത്രമായി തീർന്നു, അല്ലെ മാൻ ഓഫ് സോറോ ആയി തീർന്നു. വ്യസനം നിറഞ്ഞവനായി, ആകുല ചിന്തകളാൽ നിറഞ്ഞവനായി യേശു കർത്താവ് വളരെ അതിതീവ്രമായിട്ടുള്ള ആത്മഭാരത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. He's praying with such a big burden for the souls. ഹല്ലേലൂയ. വളരെ വളരെ ആത്മഭാരത്തോടെ യേശു പ്രാർത്ഥിക്കുകയാണ്. There Jesus is praying with a big burden on his spirit. നമുക്കറിയാം, യേശുവിനെ പറ്റി നമുക്കെല്ലാം അറിയാം. We all know about Jesus. യേശുവിനെ മുൻപിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയാം. We know about all the things that are going to happen to Jesus after യേശുവിനെ that. അറിയാം, താൻ പ്രിയമായിട്ട് തെരഞ്ഞെടുത്ത ശിഷ്യന്മാരെല്ലാം ഈ എന്നെ വിട്ട് ഓടിപ്പോകും. Even Jesus knew that all the disciples that he had chosen will also leave him. യേശുവിനെ അറിയാം, ഞാൻ എന്റെ ശിഷ്യനായിട്ടുള്ള യൂദാ ഇപ്പോൾ വന്നിട്ട് എന്നെ ചുംബിക്കും. He knew that my own disciple Judas is going to come and betray അവൻ me. എന്നെ ചുംബിച്ചിട്ട് ആ ചുംബനത്തിൽ കൂടെ ഞാനാണ് യേശുവെന്ന് ആ യഹൂദന്മാർക്കും റോമാക്കാർക്കും ഒക്കെ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കും. And he's going to kiss me and let all the Romans and the Jews know that I am my Jesus. അവിടെ നിന്ന് ഞാൻ കയ്യാഫാവിന്റെ അടുക്കൽ ഞാൻ പോകേണ്ടി വരും. And after that I have to go before Cephas ഹന്നാഫിന്റെ അടുക്കൽ പോകേണ്ടി വരും. and go before Hannah പിലാത്തോസിന്റെ അടുക്കൽ പോകേണ്ടി വരും. and go before Pilate. ഞാൻ കുരിശ് ചുമത്തുകൊണ്ട് പോകേണ്ടി വരും. I have to take the cross. ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെ മുമ്പിൽ പരസ്യമായി യെരൂശലേമിൽ ഞാൻ ക്രൂശിക്കപ്പെടും. And I will be crucified in Jerusalem അവരുടെ before തലയിൽ everybody. തല മുൾക്കിരീടം അടിച്ചിറക്കും. They will put a crown of thorns on my head. അവരെന്റെ വിലാപ്പുറത്തു കൂടെ ഒരു കുന്തം കുത്തിക്കയറ്റും. They will put a spear through my chest. അവൻ എന്റെ കാലുകളെയും കൈകളിലും ആണി അടിച്ചിറക്കും. They will put nails on my hands and my legs. ഇതെല്ലാം യേശുവിനെ അറിയാം. Jesus knew about all these things. ഹല്ലേലൂയ. യേശു ഒരിക്കലും പാപവുമായിട്ട് ഹലോ പറഞ്ഞിട്ടുള്ള മനുഷ്യനല്ല. Jesus never said hello to sin. ഒരിക്കലും പാപം എന്തെന്ന് അറിയാത്തവനാണ്. He did not know sin. പാപം എന്തെന്ന് അറിയാത്ത ഒരു വ്യക്തി, ഇപ്പം നമ്മൾ ന്യായമായിട്ട് കുറ്റം ചെയ്തവരുണ്ട്, അവർക്ക് അതിന്റെ ശിക്ഷ കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് മാറ്റർ ഫോർ ദം. ഇപ്പം പാപം ചെയ്ത ഒരുത്തൻ, കുറ്റം ചെയ്ത ഒരുത്തൻ അവനൊരു ഒരു ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, അവൻ അതിന് തയ്യാറായിരിക്കും. If you say about a person who has done something wrong and if they have to suffer punishment for it, we don't think anything wrong about it. എന്നാൽ മറ്റൊരാളുടെ കുറ്റം ഞാൻ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റം, മറ്റൊരാളുടെ വിഴുപ്പ് ഞാൻ ചുമക്കുക, മറ്റൊരാളുടെ ഒരു കാര്യത്തെ ഞാൻ ചുമക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളത് ചെയ്യത്തില്ല. But if we have to bear somebody else's sin upon us or somebody else's guilt upon us, we cannot do it. നമുക്കറിയാം, യേശു കർത്താവ് പൂർണ്ണ മനുഷ്യനായിരുന്നു, പൂർണ്ണ ദൈവമായിരുന്നു. We know that Jesus was fully man and fully God. ഹല്ലേലൂയ. ആ പൂർണ്ണ മനുഷ്യനായിട്ട് യേശു കർത്താവിന് അങ്ങനെ ഒരു ചിന്തയുണ്ടായി, കർത്താവേ പിതാവേ ഞാൻ എന്തിനാണ് ഇത് ചുമക്കേണ്ടത് ഇത്രയും. ആ സമയത്തേക്ക് ഒരു നിമിഷത്തേക്ക് പിതാവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിലും നീറ്റിക്കൊള്ളണം, കാരണം എനിക്ക് വലിയ വ്യഥയായിരിക്കുന്നു. തൻ്റെ ആ അവസ്ഥകൾ തന്നോട് കൂടെ ഉണ്ടായിരുന്നവർ എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞു, എല്ലാവരും തന്നെ ഉപദ്രവിച്ചു, ആരും തനിക്ക് വേണ്ടി ഹല്ലേലൂയ വാദിച്ചില്ല. ഇതെല്ലാം മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങളെല്ലാം യേശു ഓർത്തപ്പോൾ ഹല്ലേലൂയ യേശു വളരെ ആകുലചിത്തനായി തീർന്നു. All the thoughts about bearing somebody else's sin upon himself when he himself did not know any sin began to burden his spirit. കാരണം മറ്റൊരു പറഞ്ഞ് നമ്മൾ പാപം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആകുലത ഉണ്ടാകത്തുള്ളൂ. വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കാം. It means that you will only be anxious and worried when you sin. യേശു പാപം ചെയ്തില്ല, Jesus did not sin. പക്ഷേ ഈ ഗത്സമനയിൽ വെച്ച് നമ്മുടെ പാപങ്ങൾ യേശുവിന്റെ മേൽ ചുമത്തി. But in the garden of Gethsemane our sin was placed upon him. നമ്മൾ പാപം ചെയ്യുന്നില്ലെങ്കിൽ Even if we don't നമ്മൾ sin, എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. we will always be happy. യേശു എപ്പോഴും സന്തോഷമുള്ളവനായിരുന്നു. Jesus was always happy. അതിന്റെ കാരണം എന്താണെന്നാൽ What was the reason behind that? യേശുവിനെ അറിയാൻ ഞാൻ പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. Jesus knew that he was doing ഞാൻ the will of ശരിയായ his കാര്യമാണ് Father. ചെയ്യുന്നത്. He knew that he was doing the right thing. ഞാൻ പിതാവിന്റെ ഇഷ്ടം പ്രകാരം മാത്രമാണ് ചെയ്യുന്നത്. യേശുവിനെ എപ്പോഴും അറിയാം. Jesus knew that he's doing everything according to the will of his Father. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ We even in our lives, ഞാൻ ചെയ്യേണ്ടതാണ് ചെയ്യുന്നതെന്ന് എപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങളെ ഒരിക്കലും ദുഃഖം നിങ്ങളുടെ അടുത്ത് വരത്തില്ല. if you realize that you're doing what you're supposed to do, then you will never have sorrows in ഞാൻ your life. ചെയ്യരുതാത്താണ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെയാണ് ദുഃഖം നിങ്ങളുടെ മേൽ കടന്നു വരുന്നത്. But when you do the things, when you think that you're not doing the things that you're supposed to do, then sorrow നിങ്ങൾ begins to come into ശരിയായിട്ടുള്ള your കാര്യം life. ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിലാണെന്ന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ എപ്പോഴും നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കും. If you understand and know that you're in the perfect
will of God, you would always be joyful. അവിടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം അർപ്പിച്ചു. There, Jesus shed his blood for us. അതെന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? Why did he shed his blood for us നമ്മുടെ there? മാനസികമായ വ്യഥകൾക്ക് വേണ്ടി. So that our emotions might be healed. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം മാനസികമായിട്ടുള്ള പ്രയാസം ഉള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? How many people here have some problems with their emotions? ഒരു പക്ഷേ നമ്മുടെ കുറ്റങ്ങളല്ലായിരിക്കാം, Maybe not our fault. നമ്മുടെ പരാജയങ്ങൾ, Maybe our failures. അബദ്ധങ്ങൾ പറ്റി, Maybe we made some നമ്മൾ mistakes. ചില ഉടമ്പടികൾ എടുത്തു, We took some agreements, അത് സൂക്ഷിക്കാൻ പറ്റിയില്ല, but we were not able to വേറൊരു fulfill our വാക്ക് end. പറഞ്ഞു, We gave our word, അത് പരാജയപ്പെട്ടു പോയി. and we failed in that. ദൈവത്തോട് തന്നെ വാക്ക് പറഞ്ഞത് പരാജയപ്പെട്ടു പോയി. We might have given God our word and still failed in that. പരാജയങ്ങൾ ഉണ്ടായി, We might have failures in many പിന്മാറ്റങ്ങളുണ്ടായി. areas. We might have ഒത്തിരി backslidden. പ്രയാസങ്ങൾ ഉണ്ടായി, Many problems അരുതാത്ത happened. സംസാരിച്ചു, We spoke things that we were not ഒത്തിരി പേര് supposed to എന്നെ say. കുത്തി, Many people ഞാൻ ചെയ്യാത്ത did കുറ്റം hurt എന്റെ to മേൽ us. അടിച്ചേൽപ്പിച്ചു. Things that I did not do were put upon me. ഇന്ന് പകൽക്കാലം ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് മാനസിക വ്യതയുണ്ടോ, ആ വ്യതയെല്ലാം എടുത്തു മാറ്റുവാൻ യേശു ഗത്സമന എന്ന തോട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി തന്റെ രക്തം നിലത്ത് വീഴുന്ന രക്തത്തുള്ളി പോലെ, തന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന രക്തത്തുള്ളിയായി തീർന്നത് നിങ്ങളുടെ ഇമോഷൻസിൽ ഉണ്ടാകുന്ന ആ പ്രയാസങ്ങൾ എടുത്തു മാറ്റാനാണെന്ന് ഞാൻ പറയുക. This morning, let me declare to you, it is to heal your emotion that Jesus bled in the Garden of Gethsemane. മാനസികമായി നിങ്ങൾക്ക് സൗഖ്യം തരാനാണ്. To give you emotional healing. ആമേൻ. മാനസികമായിട്ടുള്ള സൗഖ്യം തരാനാണ് യേശു. മാനസികമായിട്ടുള്ള നിങ്ങളുടെ യേശുവിന്റെ മനസ്സ് കലങ്ങി. To give you emotional healing, he himself was burdened in his mind and his ആമേൻ, ആമേൻ. emotions. ഹല്ലേലൂയ. അവിടത്തോണ്ട് തീർന്നില്ല. It does not end with there. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, When you read the book of John chapter 19, അവിടെ അതിന്റെ 1 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, from verse 1 onwards, പീലാത്തോസിന്റെ മുമ്പിൽ യേശു നിൽക്കുകയാണ്. Jesus is standing before അതിന്റെ Pilate. താഴെ കടന്നു വരുമ്പോൾ വേറെ ഒരു ഗബദ എന്നുള്ള ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും. There, when you read below, it talks about a place called Gabbatha. ഗബദ എന്ന് പറഞ്ഞാൽ കൽത്തളം എന്നാണ്. It means a place of stones. എന്ന് പറഞ്ഞാൽ ഒരു കല്ലുകൊണ്ട് പാകിയ ഒരു തറ. It means that the floor was made of stones. അതിന്റെ അവിടെ ഒരു പോസ്റ്റ്, ഒരു തൂണുണ്ട്. There's a post in between those stones, അതിന്റെ മുകളിലേക്ക് കയറാൻ 2-3 പടികളുണ്ട്. and there are a few steps to go up to that post. അതിന്റെ മുകളിൽ ഒരു സീറ്റ് ഉണ്ട്. And on top of that rocks, there's a seat. ആ സീറ്റാണ് ന്യായാസനം എന്ന് പറയുന്നത്. And that seat is called the seat of judgment. ആ സീറ്റിൽ പീലാത്തോസ് ഇരിക്കുകയാണ്. And Pilate is sitting on top of that seat. ആ സീറ്റിൽ പീലാത്തോസ് ഇരുന്നുകൊണ്ട് യേശുവിനെ വിസ്തരിക്കുകയും വിധിക്കുകയും ചെയ്യുക. And there upon that seat, Pilate is judging and looking at Jesus. ഹല്ലേലൂയ. അവിടെ ഇരുന്നുകൊണ്ട് മനുഷ്യന് ദൈവത്തെ വിധിക്കാൻ പറ്റുമോ? Can a man judge God? എന്നാൽ ഒരു മനുഷ്യൻ, പാപിയായിട്ടുള്ള ഒരു മനുഷ്യൻ, പാപമില്ലാത്ത യേശുവിനെ വിധിക്കാൻ അവിടെ ഒരു സീറ്റിൽ മേലിരിക്കുക. But there a man who is with sin is judging someone who is without sin. അവിടെ യേശുവിന്റെ ശരീരം അടിച്ചു പൊളിക്കപ്പെട്ടു. And there Jesus' body was destroyed. ഹല്ലേലൂയ. യേശുവിന്റെ ശരീരം, റോമാക്കാരുടെ പ്രത്യേക രീതിയിൽ യേശുവിന്റെ ശരീരം മുഴുവൻ അവർ അടിച്ചു പൊളിച്ചു. They whipped Jesus. അവർ വളരെ 39 അടി, ഏറ്റവും വലിയ കുറ്റവാളികൾക്ക് 39 അടി അടിക്കാമെന്ന ന്യായപ്രമാണത്തിൽ വ്യവസ്ഥയുണ്ട്. It is in the law that for the biggest sinner you could whip them 39 times. അങ്ങനെ ആ യേശുവിനെ 39 അടി തന്റെ ശരീരത്തിൽ അവർ അടിക്കുകയാണ്. And because of that they whipped Jesus 39 times. ഇങ്ങനെയുള്ള അടി അടിക്കുമ്പോൾ ചിലപ്പോൾ പുറത്തടിക്കും, ചിലപ്പോൾ മുഖത്തോ, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അടിക്കും. ചിലപ്പോൾ ഈ അടിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ ഈ കുറ്റവാളി മരിച്ചു പോകും. And when they hit the person, they can hit him wherever they want, and most of the times before they go to 39 the person dies. രഹസ്യങ്ങൾ പുറപ്പെടുത്താനൊക്കെയാണ് ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള പീഡനങ്ങൾ ചെയ്യുന്നത്. They use this as a means to bring out secrets. സാധാരണ ആളുകളെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കൊല്ലുക. അവർ പിന്നെ അത് കഴിഞ്ഞ് കൊണ്ടുപോയി കൊല്ലും, അവരെ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയുള്ള ശിക്ഷാ നടപടിയാണ്. After beating a normal person like this, they usually execute him. അങ്ങനെ യേശുവിന്റെ ശരീരത്തിൽ 39 അടി അവർ അടിച്ചു. And like that they whipped Jesus 39 times. ഹല്ലേലൂയ. അങ്ങനെ 39 അടി അടിച്ച് യേശുവിന്റെ ശരീരത്തിൽ ഓരോ അടിപ്പാടുകളിൽ കൂടെ രക്തം ഒഴുകപ്പെട്ടു. And every single place that he was whipped, he was bleeding his blood. യേശുവിന്റെ ശരീരം ഉഴവുചാല് പോലെ കീറി. And his body was torn. ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി. ഹല്ലേലൂയ. In the Psalms it says that they whipped his body, that streams of blood were flowing out. ഹല്ലേലൂയ. പ്രവചനാത്മാവിൽ യേശുവിന്റെ ശരീരം ഉഴവുചാല് പോലെ കീറുന്നതിനെ പറ്റി പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ്. It is a verse that was written prophetically about Jesus. ഹല്ലേലൂയ. യേശുവിന്റെ ശരീരം ഉഴവുചാല് പോലെ കീറിയത് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടായി.
And because his body was torn like that, it was useful for us. നമ്മുടെ ശരീരത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം സമാധാനമില്ലായ്മ അതിൽ കൂടെ പരിഹരിക്കപ്പെട്ടു. And because of Amen. that, the lack of peace in our body is resolved because of his blood. യേശുവിന്റെ മാനസിക വ്യത മുഖാന്തരം രക്തം ഒഴുകിയത് കൊണ്ട് നമ്മുടെ മാനസിക വ്യതയ്ക്ക് പരിഹാരമുണ്ടായി. And because he was burdened emotionally, our emotions can be at ease. ഹല്ലേലൂയ. അവന്റെ ശരീരത്തിൽ കൂടെ നമുക്ക് വേണ്ടി രക്തം ഒഴുകപ്പെട്ടത് കൊണ്ട് നമ്മുടെ ശാരീരികമായ രോഗങ്ങൾക്കും പ്രതിശാന്തി ഉണ്ടായി. Because blood flowed out of his body, we have healing for every single sickness that we have. അവിടെ മാത്രമല്ല, Not- അതിനുശേഷം യേശു ഗോൽഗോഥ എന്ന സ്ഥലത്ത് പോയി. And not only there, but upon Golgotha, നോക്കണേ, ഈ 3 സ്ഥലങ്ങളിലും മനുഷ്യന്റെ ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും വേണ്ടി യേശു രക്തം ചൊരിഞ്ഞ 3 സ്ഥലങ്ങൾ. these 3 places where God shed his blood for man's spirit, soul, and body. ഒന്ന് ഗത്സമന, One is Gethsemane, നമ്മുടെ മനസ്സിന്റെ സൗഖ്യത്തിന് വേണ്ടി. for our emotions to be രണ്ടാമത് healed. ഗബദ, Second is Gabbatha, അവിടെ നമ്മുടെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി. so that our body might be healed. മൂന്നാമത്തെ സ്ഥലം The third place, ഗോൽഗോഥ. the third place is Golgotha. ഇംഗ്ലീഷിൽ 3 ജി എന്ന് ആരംഭിക്കുന്ന മൂന്ന് സ്ഥലങ്ങളാണ്. It is places, all these 3 places start with G in English. അവിടെ കർത്താവ് യേശു ക്രിസ്തു ഗോൽഗോഥായിൽ പോയി. Jesus went to Golgotha, ഗോൽഗോഥായിൽ യേശുവിന്റെ ശരീരം പൂർണ്ണമായും അവിടെ ക്രൂശിക്കപ്പെട്ടു. and there he was crucified. തന്റെ കൈകളിൽ കൂടെ, From his hands, കാലുകളിൽ കൂടെ, from his legs, തന്റെ വിലാപ്പുറത്തു കൂടെ, from his back, തന്റെ ശിരസിൽ കൂടെ, from his head, എല്ലായിടത്തുകൂടെയും രക്തം ഒഴുകി. he was bleeding from all those places. അവസാനമായിട്ട് തന്റെ ഹൃദയത്തിൽ അല്പം രക്തമുണ്ടായിരുന്നു. In the end, he had a little bit of blood in his heart. അതുകൊണ്ട് ഈ വലിയ പെരുന്നാൾ സമയത്ത് ക്രൂശിന്മേൽ ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടവര് ജീവനോടെ ഇരിക്കരുത്. ഹല്ലേലൂയ. ജീവനോടെ ഇരുന്നാൽ അവരുടെ കാലുകൾ ഒടിക്കണം എന്ന് ന്യായപ്രമാണത്തിൽ ഒരു വ്യവസ്ഥയുണ്ട്. There was something in the law which stated that before the big festival there shouldn't be anybody on the cross. അങ്ങനെ അവര് റോമ പടയാളികൾ വന്ന് ഈ ക്രൂശിക്കപ്പെട്ടവരെ പരിശോധിച്ചപ്പോൾ And when the Romans came and searched the people that were crucified, യേശു കർത്താവ് മരിച്ചതായിട്ട് കണ്ടു. they saw that Jesus was മറ്റു dead. കള്ളന്മാർ മരിച്ചിട്ടില്ലായിരുന്നു. The other thieves were not dead, അവരുടെ കാലുകളെ ഓടിച്ചു. and they broke their legs. എന്നാൽ യേശു മരിച്ചതുകൊണ്ട് Because Jesus was dead, യേശു മരിച്ചു എന്ന് ഉറപ്പുവരുത്തുവാൻ to ensure that he was dead, യേശുവിന്റെ ഹൃദയത്തിനുള്ളിലേക്ക് കുന്തം കുത്തിക്കടത്തി. they put a spear into his heart. ഹല്ലേലൂയ. കുന്തം കുത്തിക്കടത്തിയപ്പോൾ യേശുവിന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നു പോയിരുന്നു. And when they put that spear, all the blood in his body had already gone out. എന്നാൽ ഹൃദയത്തിൽ അല്പം, അവസാന ഹൃദയം പമ്പ് ചെയ്തപ്പോൾ ആ ഹൃദയം നിന്നപ്പോഴുള്ള അല്പ രക്തം ആ ഹൃദയത്തിന്റെ ഉള്ളിൽ ശേഷിച്ചിരുന്നു. But few drops of blood were still left in his heart. അങ്ങനെ റോമാ പടയാളി ആ ഹൃദയത്തിലേക്ക് കുത്തം കുത്തി കടത്തിയപ്പോൾ But when that spear was put into his heart, ആ ബാക്കി ഉണ്ടായിരുന്ന രക്തം കൂടെ പുറത്തേക്ക് പോയി. and whatever was remaining in the heart also came out. ആ രക്തം മാത്രമല്ല, രക്തവും വെള്ളവും പുറത്തു വന്ന് നമ്മൾ It വായിക്കും. was not just blood, but also water came ഒരു out. ശരീരത്തിൽ അല്പമെങ്കിലും രക്തം ഉണ്ടെങ്കിൽ വെള്ളം പുറത്തു വരത്തില്ല. If there is even a little bit of blood in the body left, then water would not come out. രക്തം മുഴുവൻ വാർന്നതിന് ശേഷം മാത്രമേ വെള്ളം വരികയുള്ളൂ. Water only comes out after all the blood is expelled from the body. കർത്താവ് യേശു ക്രൂശിൽ രക്തം ചൊരിഞ്ഞത് നിമിത്തമായി Because Jesus shed his blood on the cross, നമ്മുടെ ആത്മാവിന് ജീവനുണ്ടായി. our spirit became alive. ഹല്ലേലൂയ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നിമിത്തം Because of the blood that he shed on the cross, സകലത്തെയും തന്നോട് നിരപ്പിക്കുവാൻ പിതാവിന് പ്രസാദം തോന്നി. God was pleased enough to reconcile everything to himself. നമ്മൾ ദൈവവുമായി നിരപ്പിലായി. We have been reconciled to God. നമ്മൾ നിരപ്പിലായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ദൈവവുമായി നിരപ്പിലായി. What it means that we are reconciled, our body is reconciled to God. അതുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ നമ്മൾ പറഞ്ഞത്, നിങ്ങൾ പോയി രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. That is why the man of God says, when you go and lay your hands on the sick, they will be healed. അത് ആരെങ്കിലും സൂപ്പർമാൻ ആയതുകൊണ്ടല്ല. It is not because we are Superman or It is something. because of the shed blood of Jesus Christ. It is because of the shed blood of Jesus Christ. യേശുവിന്റെ രക്തത്തിന്റെ വിലയായിട്ടാണ് അത് നടക്കുന്നത്. It is because of the price paid by the blood. അത് ദൈവദാസന്റെ കഴിവുകൊണ്ടല്ല. It is not because of the ability of the man of God. ദൈവദാസന്റെ വിശ്വാസം കൊണ്ടുമല്ല. It is not because of the faith of the man of നമുക്ക് God. നമ്മളിലുള്ള വിശ്വാസം കൊണ്ടുമല്ല. It is not because of our faith in നമ്മുടെ ourselves. വിശ്വാസത്തിന്റെ ശക്തി കൊണ്ടുമല്ല. It is not because the strength of our എന്നാൽ faith. അത് യേശുക്രിസ്തുവിന്റെ രക്തത്തിലുള്ള വിശ്വാസത്തിന്റെ ശക്തി കൊണ്ടാണ്. But it is because of the faith that is in the blood of Jesus Christ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വേണമോ? If we need blessings in our life, യേശു അതിനുവേണ്ടി പ്രതിക്രിയ ചെയ്തു കഴിഞ്ഞു. Jesus has already fulfilled everything നമ്മുടെ for it. ജീവിതത്തിൽ എവിടെയാണ് നിരപ്പില്ലാത്തത്? Wherever we do not have reconciliation in യേശു our അവിടെ life, നിനക്ക് വേണ്ടി നിരപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു. there Jesus has already declared his reconciliation നമ്മുടെ for you. കഴിവല്ല, It is not our നമ്മുടെ ability. മിടുക്കല്ല, It is not നമ്മുടെ ആധിപത്യമല്ല, it is not our goodness.
നമ്മുടെ അമിതമായിട്ടുള്ള ഭക്തിയല്ല. It is not our excessive religiousness. ഇതൊന്നും ഞാൻ വേണ്ടെന്ന് പറയുകയല്ല. പക്ഷേ ഇതൊന്നുമല്ല നമ്മളെ നിരപ്പിക്കുന്നത്. യേശുവിന്റെ രക്തമാണ് നമ്മളെ നിരപ്പിക്കുന്നത്. ഞാൻ വിളിച്ചു പറയുക. It is not any of these that reconciles us, but it is the blood of Jesus. ഇന്ന് പകൽക്കാലം എത്ര പേര് രക്തത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കാൻ How many ആഗ്രഹിക്കുന്നു? people are willing to believe in the power of this എന്റെ blood? വിശ്വാസത്തിലുള്ള ശക്തിയല്ല, It is not belief in my own എന്റെ strength. ആത്മീയതയിലുള്ള ശക്തിയല്ല, It is not in my spirituality. അല്ലല്ലേ എന്റെ എന്തിലുമുള്ള ശക്തിയല്ല, എന്റെ വചനം എനിക്ക് അറിയാവുന്നതിന്റെ ശക്തിയല്ല, It is not in my knowledge of the word of God. എന്റെ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ആ രക്തം എനിക്ക് വേണ്ടി ചിന്തപ്പെട്ടത് കൊണ്ട് ഇതെല്ലാം നടക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? There is power in the Amen. blood of God, blood of Jesus, and because that blood was shed on my behalf, I can do all these ആ things. രക്തം നമ്മളെ വിടുവിക്കുന്ന രക്തമാണ്. That blood delivers us. അത് നമ്മളെ വീണ്ടെടുക്കുന്ന രക്തമാണ്. It redeems us. ഹല്ലേലൂയ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. And because of the blood that he shed on the cross, he has redeemed us. അവൻ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. Without the shedding of blood, there is no remission of sins. ഈ രക്തം ചൊരിയാതെ നമുക്ക് ന്യായവിധി ഒഴിയാൻ പറ്റത്തില്ല. Without this blood being shed, we could have never passed away judgment. ആമേൻ. നമ്മൾ പറയുന്നല്ലോ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ വേദപുസ്തകം മൊത്തം രക്തത്തിന്റെ കഥ പറയുന്ന പുസ്തകമാണ്. The entire book of the Bible speaks about the blood. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ രക്തത്തിന്റെ ഒരു നിഴല് നമുക്ക് കാണാം. In Exodus chapter 12, you see a shadow of this blood. അവിടെ ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, There God said to the people of Israel, നിങ്ങൾ ഒരു ആടിനെ കൊന്നിട്ട് you kill a lamb അതിന്റെ രക്തം എടുത്ത് കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടണം. and you should sprinkle its blood on the doorpost and in the bed. അർദ്ധരാത്രിയിൽ സംഹാരദൂതൻ വരും. At night, the angel of death will come. ആ സംഹാരദൂതൻ വരുമ്പോൾ രക്തം പുരട്ടിയ വീട് രക്തം കണ്ടിട്ട് അദ്ദേഹം അതിനെ ഒഴിഞ്ഞു പോകും. And when he comes, when he sees the blood, seeing the blood, he will leave that ഹല്ലേലൂയ. place. അവർ നല്ലവരായിട്ടല്ല ഒഴിഞ്ഞു പോകുന്നത്. It is not because they are good. അവർ ഇന്ത്യക്കാരായിട്ടല്ല. It is not because they're Indians. അവർ ആഫ്രിക്കക്കാരോ അമേരിക്കക്കാരോ ആയതുകൊണ്ടല്ല. It is not because they're Africans or അവർ Americans. സൗന്ദര്യമുള്ളവരായതോ വിദ്യാഭ്യാസമായതുകൊണ്ടോ അല്ല. It is not because they're educated or beautiful. അവരെ രക്തം അവരുടെ മേൽ അടയാളമായിട്ടുള്ളത് കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ സംഹാരദൂതൻ അവരെ ഒഴിഞ്ഞു പോകും. Because there was the sign of the blood, the angel of death passed over them. ഇന്ന് പകൽക്കാലം ഈ രക്തമാണ് നമ്മുടെ അടയാളം. And this morning, ഞാൻ this ഇപ്പോൾ blood ഇങ്ങനെ is our വിശ്വസിക്കുകയാണ്. sin. ഇസ്രായേൽ മക്കളോടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ രക്തം അടയാളമായിട്ട് പുരട്ടണം. And God told to the people of Israel that you should sprinkle this blood as പക്ഷെ a ഞാൻ sign. ഇങ്ങനെ ചിന്തിക്കുകയാണ്, But let me say like this. മിസ്രൈമിലെ ഫറവോ ഇങ്ങനെ ഒരു രക്തം അവന്റെ ഡോറിൽ അടച്ചായിരുന്നേലും ഈ സംഹാരത്തിൽ അവനെ കടന്നുപോയാലും ഞാൻ വിശ്വസിക്കുക. Even if the Pharaoh Hallelujah. in Egypt did Praise the something like Lord. this and sprinkled the blood on his doorpost, the angel of death would have passed നീ him ഏത് over as well. ജാതിക്കാരനാണ്, ഗോത്രക്കാരനാണ്, വംശക്കാരനുള്ള എന്റെ ദൈവത്തിന്റെ വിഷയമല്ല. ഇന്ന് പകൽക്കാലം രക്തത്തിൽ അഭയം പ്രാപിച്ചാൽ നിനക്ക് ന്യായവിധിയെ ഒഴിയാൻ പറ്റും. യേശു നിന്നെ ഇന്ന് പകൽക്കാലം ന്യായവിധിയിൽ നിന്ന് വിടുവിക്കും. It does not matter who you are, but if you are believing and if you put your trust in the blood of Jesus Christ, you can pass judgment. ഈ രക്തം നമ്മളെ സഹായിക്കുന്ന രക്തമാണ്. This blood helps us. ഈ രക്തമാണ് നമ്മുടെ എല്ലാത്തിനും ആധാരം. This blood is the cause for all our goodness. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഈ രക്തത്തിന്റെ ശക്തിയുടെ ജീവിതമാണ്. Christianity is based on the blood of Jesus. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ രക്തം നമ്മളെ വിടുവിക്കും. And because of that, this morning, this നിങ്ങളുടെ blood is ആവശ്യങ്ങൾ able to എന്താണെങ്കിലും deliver us. നിങ്ങൾക്ക് വേണ്ടി യേശു രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. Whatever your need may be, Jesus has already shed his blood for that. നിങ്ങളുടെ ഏത് അവസ്ഥകൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. For whatever your condition, God has ന്യായവിധിയെ already shed his ഒഴിയുവാൻ blood. രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. God has already shed his നിങ്ങളുടെ blood that you should വിമോചനത്തിനായി not have രക്തം judgment. ചൊരിഞ്ഞിട്ടുണ്ട്. For your freedom from sins, he has. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. For your freedom, he has shed blood. നിങ്ങളുടെ ശാരീരിക സൗഖ്യത്തിനായി രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. For your healing, he has shed his blood. നിങ്ങളുടെ മാനസിക സൗഖ്യത്തിനായി രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. For your emotional healing, he has shed his blood. നിങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടി ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. For your eternity and for your soul, he has shed his blood. ഇന്ന് പകൽക്കാലം ഈ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. This morning, let's rely on his blood. ഒരിക്കൽ ബില്ലി ഗ്രഹാം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുക. ഇന്നലെ കർത്താവിൻദാസ് ബില്ലി ഗ്രഹാം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുക. Something that Billy Graham said, I'm going to share with you. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ ഇംഗ്ലണ്ടിൽ ഒരു മനുഷ്യൻ, ഒരു കുറ്റവാളി, വലിയ കുറ്റത്തിന് വേണ്ടി ഒരു ജഡ്ജി അദ്ദേഹത്തെ വിസ്തരിച്ചുകൊണ്ടിരിക്കുക. And he said like this, a man was being judged for the big crime that he did. അദ്ദേഹത്തെ കൊല്ലാനെ കൊണ്ടുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. He has done enough crimes that he must be executed. എന്നാൽ ജഡ്ജി വിധിച്ചുകൊണ്ട് അദ്ദേഹത്തെ ക്രോസ് വിസ്താരം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇദ്ദേഹത്തിന് യാതൊരു വികാരം, വളരെ സൗമ്യനായിട്ട് ശാന്തനായിട്ട് സന്തോഷത്തോടെ നിൽക്കുക. But when the judge examined him, this man was full of joy and happiness. അദ്ദേഹത്തിന്
ഒരു വികാരവുമില്ല, ഒരു വിഷമവുമില്ല, ഒരു പ്രയാസമില്ല. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ആ വിധി കോടതിയുടെ മുമ്പിൽ, ന്യായാസനത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അതിന് ഒരു വിഷയവുമില്ല. ഇവർ അദ്ദേഹത്തെ അപ്പോൾ ഇയാളൊന്നും മിണ്ടുന്നില്ല. അവർ വിചാരിച്ചേക്ക് എന്തോ കുഴപ്പം. വീണ്ടും അവർ ആ കുറ്റമല്ല ഇയാൾക്കെതിരായിട്ട് തെളിയിച്ചു. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വിധിച്ചു. While he was being examined, everybody looked at him and he was full of joy and he was not anxious at all. അദ്ദേഹത്തെ കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞപ്പോൾ, After he was sent to be executed, അദ്ദേഹം ജഡ്ജിയുടെ അടുക്കലോട്ട് ചെന്നു. he went to the judge. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു പേപ്പർ എടുത്ത് ജഡ്ജിക്ക് കൊടുത്തു. He took a paper from his pocket and gave it to the judge. ഹല്ലേലൂയ. ജഡ്ജി അത് വായിച്ചു നോക്കി. When the judge read this, ജഡ്ജി പറഞ്ഞു, നിനക്ക് പോകാമെന്ന് പറഞ്ഞു. the judge said, "You can leave." ആ കാലത്ത് ഈ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ചാൾസ് എന്ന് പറഞ്ഞ ഒരു രാജാവ് ഇദ്ദേഹത്തിന് പാർഡൻ കൊടുത്ത ഒരു ലെറ്റർ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ കയ്യിലിരുന്നത്. What he had in his pocket was a letter of pardon from the King of England, Charles, at that time. ഈ കുറ്റം, ഈ കേസ് ഇവിടെ കോടതിയിൽ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഇദ്ദേഹം രാജാവിന് ദയാഹർജി കൊടുത്ത് രാജാവ് അതിനെ അപ്രൂവ് ചെയ്ത ഒരു പേപ്പറായിരുന്നു ഇദ്ദേഹത്തിന്റെ കയ്യിലിരുന്നത്. അതുകൊണ്ടാണ് ഈ നീതിന്യായ കോടതി അദ്ദേഹത്തെ വിസ്തരിച്ചപ്പോൾ അദ്ദേഹം ചങ്കൂറ്റത്തോടെ സന്തോഷത്തോടെ അവിടെ നിൽക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. Before he even went before the judge, he had a paper signed by the King of England which said that he was pardoned from all his crimes. നീ ഏത് കുറ്റവാളിയാണെങ്കിലും, Regardless of what things you have എന്ത് done, കുറ്റം അതിന്റെ പേരുള്ളതെങ്കിലും, maybe what wrongs might be in your life, ദൈവം നിനക്ക് ദയാഹർജി അംഗീകരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഒരു കോടതിക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. but if the God of heaven has already pardoned you, no judge or court can do anything to you. അതെപ്പോഴാണെന്നറിയാമോ അതുണ്ടാകുന്നത്? Do you know when that happens? ഈ രക്തം നിന്റെ മേൽ തളിക്കുമ്പോൾ, When this blood is sprinkled ഈ on രക്തം you, നിന്റെ മനസാക്ഷി തളിക്കുമ്പോൾ, when this blood is upon your ഈ heart, രക്തം നിന്റെ ആത്മാവിൽ തളിക്കപ്പെടുമ്പോൾ, when this blood is upon your ഈ spirit, രക്തം എനിക്ക് വേണ്ടിയിട്ടാണ് ചൊരിഞ്ഞതെന്ന് നീ അംഗീകരിക്കുമ്പോൾ, when you realize that this blood was shed on my behalf, എന്നെ രക്ഷിക്കുവാൻ മറ്റൊരു വഴിയും ദൈവത്തിനില്ലായിരുന്നു. there was no other way for God to save me. അതുകൊണ്ട് ദൈവം എന്നെ രക്ഷിക്കാനായിട്ടാണ്, എനിക്ക് പകരക്കാരനായിട്ടാണ് യേശു ലോകത്തിൽ വന്നതെന്നുള്ള ദൈവ പദ്ധതിയെ നീ അംഗീകരിക്കുമ്പോൾ, If you acknowledge that Jesus came into this world for me because I was a sinner, ഇത് നീ വിശ്വാസത്താൽ നീ സ്വീകരിക്കുമ്പോൾ, when you accept this with faith നിന്റെ മേൽ നീ രക്തം ചാർത്തുകയാണ്. and you are sprinkling his blood upon പിന്നീട് yourself, സംഹാരം നിന്റെ മേൽ അധികാരമില്ല. after that death does not have authority over സംഹാരം you. നിന്നെ കണ്ട് ഒഴിഞ്ഞു പോകും. When death comes to you, he will pass over you. ഈ പകൽക്കാലം ഈ രക്തത്തിന്റെ ശക്തി ഇവിടെ അവൈലബിൾ ആണ്. And this morning, the Hallelujah. power of this blood is available ഈ here. രക്തത്തിന്റെ ശക്തി നിന്നെ സൗഖ്യമാക്കുവാൻ അവൈലബിൾ ആണ്. The power of this blood is enough to heal നിന്റെ you. ശരീരത്തെ മാത്രമല്ല, Not just your body, നിന്റെ ആത്മാവിനെ മാത്രമല്ല, not just your spirit, നിന്റെ മനസ്സിനെയും even your mind, നിന്റെ സകല അവസ്ഥകളെയും in all your conditions. ശുദ്ധീകരിക്കുവാൻ This blood is able to purify and to heal. അവന്റെ വിലാപ്പുറത്ത് നിന്ന് ഒഴുകിയ രക്തം The blood that was shed from his heart, ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുക. and it's being ആ flowing രക്തത്തിൽ in this നമുക്ക് place. ആശ്രയിക്കാം. Let's rely on നമ്മളെ that ദൈവം blood. സഹായിക്കും.